ഈ വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിന്ന് സംസാരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കറിയാം, മലബാർ സത്യത്തിൽ ഇന്ന് മലബാർ എന്ന് വിളിക്കപ്പെടുന്ന ഭൂപ്രദേശത്തെ അല്ല 921 രാഷ്ട്രീയ സ്ഥിതിഗതികളുമായി ബന്ധപ്പെട്ട് മലബാർ എന്ന് വിവക്ഷിക്കുന്നത്. അത് ഒരർത്ഥത്തിൽ തെക്കേ മലബാറാണ്. പഴയ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകളുടെ ഭാഗമാണ്. എന്ന് വെച്ചാൽ ഒറ്റവാക്കിൽ ലളിതമായി പറഞ്ഞാൽ നമ്മുടെ നാടാണ്. ഈ ഭൂപ്രദേശങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ്. ആ മലബാറിൽ 1921 നടന്ന സമരത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. സത്യത്തിൽ ചരിത്രം പരിശോധിച്ചാൽ 921 മാത്രമല്ല, അതിനെത്രയോ കാലം മുൻപ് മുതൽ, പതിറ്റാണ്ടുകൾക്ക് മുൻപ് മുതൽ ഇടയ്ക്കിടെ വലിയ ഏറ്റുമുട്ടലുകളും സംഘർഷങ്ങളും കലാപങ്ങളും തുടർച്ചയായി ഉണ്ടാവുന്ന ഒരു നാടായിരുന്നു നമ്മുടെ നാട്. സംഘർഷ സാന്ദ്രമായ ഒരു ഭൂപ്രദേശം, അതാണ് ഈ തെക്കേ മലബാർ. ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ കീഴിൽ നീണ്ട കാലം ഇത്തരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ ഇവിടെ നടന്നിട്ടുണ്ട്. കൊലപാതകങ്ങൾ, ബ്രിട്ടീഷ് പോലീസിൻ്റെ ഇടപെടൽ, തുടർന്നുള്ള വലിയ കൊലപാതകങ്ങൾ, കൂട്ടക്കൊലപാതകങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വേണമെങ്കിൽ വർഗീയവാദികൾക്ക് ദുർവ്യാഖ്യാനം ചെയ്യാവുന്ന ഒരു സ്വഭാവം ഈ ഏറ്റുമുട്ടലുകളിൽ കണ്ടുപിടിക്കുകയും ആവാം. കാരണം ഒരു ഭാഗത്ത് മുഖ്യമായും മലബാറിലെ മാപ്പിളമാരാണ് ഈ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നത്. മറുഭാഗത്ത് ഏറിയ കൂറും സവർണ ഹിന്ദുക്കളായിരുന്നു. ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ DYFI നിലവിലുണ്ടായിരുന്ന വ്യവസ്ഥ, ഭൂബന്ധങ്ങൾ നിർണയിക്കുന്ന വ്യവസ്ഥ ജന്മം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ജന്മം എന്ന് പറഞ്ഞാൽ അർത്ഥം അതൊരു വിശ്വാസമാണ്. ഇതിഹാസകാലം മുതൽ ദൈവദത്തമായി ലഭിക്കുന്നതാണ് ഭൂമി എന്നതാണ് വിശ്വാസം. ദൈവം ഭൂമി നൽകിയിരിക്കുന്നു. അത് ആർക്കാണ്? ഒക്കെ നമ്പൂതിരിമാർക്കാണ്. ഭൂമിയുടെ മേലുള്ള അവകാശം ബ്രാഹ്മണർക്കാണ്. അത് ദൈവത്തിൽ നിന്ന് കിട്ടിയതാണ് എന്നാണ് വിശ്വാസം. അതിനാണ് ജന്മം. പഴയ ആധാരം പരിശോധിച്ചാൽ അതിൽ ജന്മം വഹ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരാമർശങ്ങൾ കാണാൻ പറ്റും. അപ്പൊ ഈ ഭൂമിക്ക് മേലുള്ള അവകാശം നമ്പൂതിരിക്കാണ്, ബ്രാഹ്മണർക്കാണ്. പക്ഷെ അവർ കൃഷി ചെയ്യുന്നില്ല, അവർ കൃഷി ചെയ്യില്ല. അവർ ഈ ഭൂമി പാട്ടത്തിന് കൊടുക്കുകയാണ് കൃഷി ചെയ്യാൻ. ആ പാട്ടത്തിന്റെ പേര് കാണപ്പാട്ടം എന്നാണ്. സാധാരണ പാട്ടമല്ല, കാണപ്പാട്ടം. കാണപ്പാട്ടത്തിന്റെ പ്രത്യേകത 12 കൊല്ലത്തേക്കാണ് കൊടുക്കുക. ആ കാണപ്പാട്ടം എടുക്കുന്ന ആളുകളെയാണ് കാണപ്പാട്ടക്കാർ അഥവാ കാണക്കാർ എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് ഏറിയ കൂറും നായന്മാരും മറ്റുമായിരുന്നു എന്നാണ് കാണുന്നത്. പക്ഷെ അവരും കൃഷി ചെയ്യുന്നില്ല, കാണപ്പാട്ടക്കാർ കൃഷി ചെയ്യുന്നില്ല. അവരത് വീണ്ടും പാട്ടത്തിന് കൊടുക്കുന്നു. അതാണ് വെറും പാട്ടം. അതൊരു കൊല്ലത്തേക്കാണ്. ഈ വെറും പാട്ടത്തിനെടുക്കുന്നവരിൽ മഹാഭൂരിപക്ഷവും മലബാറിലെ മാപ്പിളമാരായിരുന്നു. ഒപ്പം മറ്റു പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവരും അവരാണ് കൃഷി ചെയ്തിരുന്നത്. കൃഷിപ്പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഈ വിഭാഗം മാത്രമാണ്. ജന്മി അത് നമ്പൂതിരിയാണ്, കൃഷി ചെയ്യുന്നില്ല. ജന്മിയിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കുന്ന കാണപ്പാട്ടക്കാരും കൃഷി ചെയ്യുന്നില്ല. അവരിൽ നിന്ന് ഭൂമി എടുക്കുന്ന വെറും പാട്ടക്കാരാണ് കൃഷി ചെയ്തിരുന്നത്. ഈ കൃഷി ചെയ്യുന്നവൻ കാണപ്പാട്ടക്കാർക്കും കരം കൊടുക്കണം, ജന്മിക്കും കൊടുക്കണം. ഇതെല്ലാം കൊടുത്തു വരുമ്പോൾ അന്യായമായ നികുതിയെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും പട്ടിണിയാണ്. എല്ലുമുറിയെ പണിയെടുത്താലും പട്ടിണി കിടക്കേണ്ടി വരുന്ന ഗതികേടാണ് സാധാരണ കുടിയാന്മാർക്കുണ്ടായിരുന്നത്. ആ ദാരിദ്ര്യം, അതാണ് വിന്റർബോത്താം സൂചിപ്പിച്ച ദാരിദ്ര്യവും അസംതൃപ്തിയും. ഈ ദാരിദ്ര്യം കൊണ്ട്, പട്ടിണി കൊണ്ട് മുകളിലേക്ക് കൊടുക്കേണ്ട നികുതി കൊടുക്കാൻ കഴിയാതെ വശം കെടുമ്പോൾ
ഒരു മുന്നറിയിപ്പുമില്ലാതെ കൃഷിഭൂമിയിൽ നിന്ന് ഇറക്കി വിടും, കുടിയിറക്കും. ആ കുടിയിറക്കുമായി ബന്ധപ്പെട്ടാണ് കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. അവിടെയാണ് വെട്ടും കുത്തും അക്രമവും ഉണ്ടാവുന്നത്. ഇതാണ് മൂലകാരണമെന്ന് വില്യം ലോഗനും വിന്റർബോത്താമും ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ അല്പബുദ്ധികളായ ആളുകൾക്ക് നോക്കുമ്പോൾ വേണമെങ്കിൽ തോന്നാം ഈ ലഹളകളിലെല്ലാം ഒരു ഭാഗത്ത് മാപ്പിളവരാണ്, കാരണം അവരാണ് കൃഷിക്കാർ, ഒപ്പം ചില പിന്നോക്ക വിഭാഗക്കാരും ഉണ്ടാവും. ഏറ്റുമുട്ടൽ അധികവും ജന്മിയുമായിട്ടാണ്, അത് സവർണ ഹിന്ദുക്കളാണ് ആ ഭാഗത്തുള്ളത്. പക്ഷെ വിഷയം മതമല്ല, വിശ്വാസമല്ല, ആചാരാനുഷ്ഠാനങ്ങളല്ല, വിഷയം പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്, കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. ഈ ഘട്ടത്തിലാണ് ഒരു സംഘടന രൂപമെടുക്കുന്നത്. ആ സംഘടനയുടെ പേര് കുടിയാൻ സങ്കട നിവാരണ സംഘം എന്നാണ്. പേര് കേട്ടാൽ അറിയാം പ്രശ്നം എന്താണ്. കുടിയാന്മാരുടെ സങ്കടം നിവാരണം ചെയ്യുക, ഇതാണ് പ്രശ്നം. സംഘടന ഉണ്ടാകും. ഞാനിത് 921 കാര്യമല്ല പറയുന്നത്, അതിന് മുമ്പുള്ള കാര്യമാണ്. 921 സമരത്തിൻ്റെയും ഒരടിസ്ഥാന കാരണം ഇതാണ് എന്നാണ് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 921 കൂട്ടക്കൊലകൾക്ക് നേതൃത്വം കൊടുത്ത ഹിച്ച്കോക്കിന്റെ, അന്നത്തെ പോലീസ് മേധാവി ഹിച്ച്കോക്കിന്റെ മരണശേഷം അദ്ദേഹത്തിന് വള്ളുവമ്പുറത്ത് സ്മാരകം ഉണ്ടാക്കിയപ്പോൾ ആ സ്മാരകം പൊളിച്ചു കളയണമെന്ന് ആവശ്യമുന്നയിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അപ്പോഴേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ സജീവമായി പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. മഞ്ചേരിയിൽ നിന്ന് വള്ളുവമ്പുറത്തേക്ക് ഈ ആവശ്യമുന്നയിച്ചുകൊണ്ട് സംഘടിപ്പിച്ച പ്രകടനത്തിൽ പാടാനാണ് കമ്പളത്ത് ഗോവിന്ദൻ നായർ എന്ന അറിയപ്പെടുന്ന അധ്യാപക നേതാവ് ഏറനാടിന്റെ വീരമക്കൾ എന്ന കവിത പാട്ട് എഴുതിയതെന്നാണ്. അതിൽ വളരെ ലളിതമായി 1921 സമരത്തിന്റെ മൂലകാരണത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് പാട്ടിൽ. ഇപ്പൊ അതെല്ലായിടത്തും പരാമർശിക്കപ്പെടുന്നതാണ്, നിങ്ങളെല്ലാവരും കേട്ടിട്ടും ഉണ്ടാവും. ഞാനതിലെ എല്ലാ വരികളൊന്നും ഇപ്പോൾ ഓർത്തിരിക്കുന്നില്ല. പക്ഷെ അതിലെ സമരത്തിന്റെ മൂലകാരണം സൂചിപ്പിക്കുന്ന വരി ഇങ്ങനെയാണ്: നമ്മളുണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കുകയില്ലെന്നതാണ് ഹേതു ഏറ്റുമുട്ടുവാൻ. അതാണ് നമ്മളുണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കുകയില്ലെന്നതാണ് ഹേതു ഏറ്റുമുട്ടുവാൻ. നമ്മളുണ്ടാക്കുന്ന കാശ് ഇംഗ്ലണ്ടിലേക്ക് അയക്കുവാൻ സമ്മതിക്കുകയില്ലെന്നതാണ് ഹേതു ഏറ്റുമുട്ടുവാൻ. ഇതാണ് അതിലെ വരികൾ പറയുന്നത്. കമ്പളത്ത് ഗോവിന്ദൻ നായർ ഈ കവിത എഴുതിയതിന്റെ പേരിലാണ് അദ്ദേഹത്തിന്റെ കൈ തല്ലി ഒടിച്ചത് ബ്രിട്ടീഷ് പോലീസ്. അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ആദ്യമായി ഈ കവിത അച്ചടിച്ചതിന്റെ പേരിലാണ് ദേശാഭിമാനി ദിനപത്രം അന്ന് കണ്ടുകെട്ടുന്നത്. അത് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഞാൻ പരാമർശിക്കുന്നത് ഈ ദരിദ്രാവസ്ഥ, ഈ ദയനീയമായ ജീവിത സാഹചര്യം, അടിക്കടി ഉണ്ടാവുന്ന സംഘർഷങ്ങൾ, ഏറ്റുമുട്ടലുകൾ, ഈ പശ്ചാത്തലത്തിൽ രൂപീകരിക്കപ്പെട്ട കുടിയാൻ സങ്കട നിവാരണ സംഘം 1920 ആയപ്പോഴേക്ക് മലബാർ കുടിയാൻ സംഘമായി മാറുന്നുണ്ട്. 920 മലബാർ കുടിയാൻ സംഘം രൂപീകരിക്കപ്പെട്ടു. മലബാർ കുടിയാൻ സംഘത്തിന്റെ രൂപീകരണത്തിന് മുൻകൈയെടുത്തത് കട്ടലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരും MP നാരായണ മേനോനുമായിരുന്നു. MP നാരായണ മേനോനും കട്ടലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരും ഓടി നടന്നാണ് മലബാർ കുടിയാൻ സംഘം രൂപീകരിച്ചത്. ഇത് ഒരു ഭാഗമാണ്. 920 കാലഘട്ടത്തിൽ എന്തായിരുന്നു മലബാർ എന്നതിൻ്റെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, ഭൂബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഭാഗം ഇതാണ് 920കളിൽ. 920ന്റെ മറ്റൊരു പ്രത്യേകത, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ സുപ്രധാനമായ ഒരു ഘട്ടം ആരംഭിക്കുന്നു. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഗാന്ധി വരുന്നത് 915ലാണ്. അദ്ദേഹം ആദ്യം കുറച്ചുനാൾ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച്, ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ പഠിക്കാൻ നീക്കിവെച്ചു. 917 ആകുമ്പോഴേക്ക് ചമ്പാരനിലെ നീലം കർഷകരുടെ സമരത്തിൽ അദ്ദേഹം നേരിട്ട് ഇടപെടുന്നുണ്ട്. അവിടെയും പ്രശ്നം ഇതാണ്: എങ്ങനെ ജന്മിമാരും അവരുടെ കീഴിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട കർഷകരും തൊഴിലാളികളും തമ്മിലുള്ള സംഘർഷമാണ്. ഞാൻ നീലം കർഷക പ്രതിസന്ധിയിലേക്ക് ഇപ്പോൾ കടന്നു പോകുന്നില്ല. ചമ്പാരനിലാണെങ്കിലും മലബാറിലാണെങ്കിലും പിന്നീട് 940കളിൽ ബംഗാളിലെ തേഭാഗയിലായാലും തെലങ്കാനയിലാണെങ്കിലും ജന്മിമാരോടൊപ്പമാണ് ബ്രിട്ടൻ. അത് നാം പ്രത്യേകം കാണേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യയിൽ സകല സ്ഥലത്തും ജന്മിമാർ ബ്രിട്ടനാണ് പിന്തുണ നൽകിയത്.
ജന്മിമാരും ബ്രിട്ടീഷ് സാമ്രാജ്യത്വവും സഹകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്, ഒരുമിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. അതവിടെ നിൽക്കട്ടെ. ഗാന്ധിജി ഇന്ത്യയിലേക്ക് വരുന്നു. ചമ്പാരനിലെ സത്യാഗ്രഹത്തോടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലേക്ക് വരുന്നു. കോൺഗ്രസിന്റെ നേതൃത്വമായി മാറുന്നു. ആ കോൺഗ്രസ് ഗാന്ധിജി 1920 നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുകയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു ഏടാണ് നിസ്സഹകരണ പ്രസ്ഥാനം. അപ്പൊ 1920 എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തെ സംബന്ധിച്ചിടത്തോളം നിസ്സഹകരണ സമരത്തിന്റെ കൂടി കാലമാണ്. ആ കാലഘട്ടത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഒന്നാം ലോക യുദ്ധം കഴിഞ്ഞു, സഖ്യകക്ഷികൾ ജയിച്ചു, തുർക്കി സാമ്രാജ്യത്വത്തിന്റെ കീഴിലായി, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ കീഴിലായി, ഖലീഫയുടെ അധികാരം നഷ്ടപ്പെട്ടു. തുർക്കിയിലെ ഖലീഫേറ്റ് തകർന്നപ്പോൾ ഖലീഫയുടെ അധികാരം ഈ യുദ്ധാനന്തരം നഷ്ടപ്പെട്ടപ്പോൾ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ അതൊരു വൈകാരിക വിഷയമായി ഏറ്റെടുത്തു. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ വലിയ പ്രതിഷേധം മുസ്ലിങ്ങൾക്കിടയിൽ പൊതുവെ ഉണ്ടായി. അങ്ങനെയാണ് ഖിലാഫത്ത് ആരംഭിക്കുന്നത്. ഖിലാഫത്ത് ഒരു ഇസ്ലാമിക മൂവ്മെന്റ് ആണ്. അത് തുർക്കിയിലെ ഖലീഫയുടെ അധികാരം സാമ്രാജ്യത്വം കവർന്നെടുത്തതിനെതിരായ മുസ്ലിങ്ങളുടെ പ്രതിഷേധമാണ്. പക്ഷെ നമ്മുടെ രാജ്യത്ത് ഖിലാഫത്ത് അത്ര സജീവമൊന്നും ആയിരുന്നില്ല ആ കാലത്ത്. പക്ഷേ സാർവദേശീയ രാഷ്ട്രീയ രംഗത്തെ ഈ സൂക്ഷ്മാംശങ്ങളെ നിരീക്ഷിച്ച ഗാന്ധിജി കണക്കുകൂട്ടി, നമ്മുടെ രാജ്യത്ത് ബ്രിട്ടനെതിരായ കോൺഗ്രസിന്റെ സമരം, നിസ്സഹകരണ സമരം ഈ ഖിലാഫത്തുമായി കൈകോർത്താൽ കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിയും. അതുകൊണ്ട് ഖിലാഫത്ത് മൂവ്മെന്റുമായി സഹകരിച്ച് നിസ്സഹകരണ പ്രസ്ഥാനം ശക്തിപ്പെടുത്തണമെന്ന നിലപാടാണ് ഗാന്ധിജി സ്വീകരിച്ചത്. ഗാന്ധിജി ഇന്ത്യയിലെ ഖിലാഫത്തിന്റെ തുടക്കക്കാരനായി മാറിയത് അങ്ങനെയാണ്. ഗാന്ധിയുടെ പ്രേരണയും ആഹ്വാനവും പ്രകാരമാണ് നമ്മുടെ രാജ്യത്ത് ഖിലാഫത്ത് മൂവ്മെന്റ് സജീവമാകുന്നത്. 1920 ആഗസ്റ്റിൽ ഗാന്ധിജി കോഴിക്കോട്ട് വരുന്നുണ്ട്, നമ്മുടെ കോഴിക്കോട്ട്. അദ്ദേഹം തനിച്ചല്ല, അദ്ദേഹത്തോടൊപ്പം മൗലാന ഷൗക്കത്ത് അലിയുമുണ്ട്. ഒരുപക്ഷെ ഗാന്ധിജിയുടെ ജീവിതത്തിലെ ഏറ്റവും വികാരനിർഭരമായ പ്രസംഗം 1920 കോഴിക്കോട്ട് കടപ്പുറത്ത് നടത്തിയ പ്രസംഗമാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു കൊല്ലത്തിനുള്ളിൽ നാം ബ്രിട്ടനെ കെട്ടുകെട്ടിക്കും. അതിനു സാധിക്കാതെ വന്നാൽ നമുക്കാർക്കും ഈ രാജ്യത്ത് ജീവിക്കാൻ ധാർമ്മികമായ ഒരു അർഹതയുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വികാരനിർഭരമായി പ്രസംഗിക്കുന്ന ഗാന്ധിജി തന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത് നിസ്സഹകരണ പ്രസ്ഥാനം ശക്തിപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ടല്ല, മറിച്ച് മലബാറിൽ ഖിലാഫത്ത് സജീവമാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഗാന്ധിജിയുടെ ആഹ്വാന പ്രകാരമാണ് മലബാറിൽ ഖിലാഫത്ത് മൂവ്മെന്റ് സജീവമാകുന്നത്. തൊട്ടുപുറകെ നമ്മുടെ മഞ്ചേരിയിൽ വെച്ച് ചേർന്ന കോൺഗ്രസിന്റെ സമ്മേളനമാണ് ഖിലാഫത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ കോൺഗ്രസ് മുൻകൈയെടുത്താണ് നമ്മുടെ ഈ പാണ്ടിക്കാടും വണ്ടൂരും നിലമ്പൂരും മഞ്ചേരിയിലും പെരിന്തൽമണ്ണയിലും പരിസര പ്രദേശങ്ങളിലുമെല്ലാം ഖിലാഫത്ത് കമ്മിറ്റികൾ രൂപീകരിക്കുന്നത്. അപ്പോൾ 1920 സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലം, ഒന്ന്, മലബാർ കുടിയാൻ സംഘം സജീവമാകുന്നു, ചൂഷണത്തിനെതിരായിട്ടുള്ള സമരം ശക്തിപ്പെടുന്നു, ഗാന്ധിജിയുടെ ആഹ്വാനപ്രകാരമുള്ള നിസ്സഹകരണ പ്രസ്ഥാനം കോൺഗ്രസ് സജീവമായി മുൻപോട്ട് കൊണ്ടുപോകുന്നു. ഒപ്പം നിസ്സഹകരണ പ്രസ്ഥാനമായും കുടിയാൻ സംഘമായും കൈകോർത്ത് പിടിച്ച് ഖിലാഫത്ത് മൂവ്മെന്റും സജീവമാകുന്നു. ഈ മൂന്ന് മുഖം അന്നത്തെ സമരങ്ങൾക്ക്, അന്നത്തെ മലബാറിന് ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഉടനെ കോഴിക്കോട്ട് ഒരു വലിയ സമ്മേളനം ചേരാൻ കോൺഗ്രസ് ഖിലാഫത്ത് കമ്മിറ്റിയും എല്ലാം ചേർന്ന് തയ്യാറെടുക്കുന്നുണ്ട്. അത് 1921 ഫെബ്രുവരിയിലാണ്. അപ്പോഴേക്ക് 200-ൽ പരം ഖിലാഫത്ത് കമ്മിറ്റികൾ നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ സജീവമായിരുന്നു. കോഴിക്കോട്ടെ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ അന്നത്തെ അറിയപ്പെടുന്ന പ്രഭാഷകനായ അഡ്വക്കേറ്റ് യാക്കൂബ് ഹസനെ ക്ഷണിക്കുന്നുണ്ട്. അപ്പൊ ഈ സമ്മേളനം തന്നെ നിരോധിക്കുകയാണ് ബ്രിട്ടൻ ചെയ്യുന്നത്. അന്ന് കളക്ടറായിരുന്ന തോമസ് ഈ സമ്മേളനം നിരോധിക്കുകയും 144 പ്രഖ്യാപിക്കുകയും ചെയ്തു. നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു. അത് ലംഘിക്കുന്ന നിലയാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് 4 നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നുണ്ട്. ആ 4 നേതാക്കന്മാരിൽ ഒരാൾ യാക്കൂബ് ഹസനാണ്. രണ്ടാമത്തെ ആളുടെ പേര് കെ മാധവൻ നായർ എന്നാണ്, സാക്ഷാൽ കെ മാധവൻ നായർ. മൂന്നാമന്റെ പേര് യു ഗോപാലമേനോൻ, നാലാമൻ മൊയ്തീൻ ഗോയ,
ആ കാലഘട്ടത്തിൽ മലബാറിലെ സമരങ്ങളുടെ നേതൃത്വം എന്തായിരുന്നു എന്നതിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സൂചനയാണ്. 4 പേർ അറസ്റ്റിലായി ജയിലിലേക്ക് പോകുമ്പോൾ അതിൽ യാക്കൂബ് ഹസനും ഗോപാലമേനോനും മൊയ്തീൻ കോയയും മാധവൻ നായരുമാണ്. ഈ വാർത്ത പുറത്തു വന്ന ഉടനെ തൃശ്ശൂരിൽ ഡോക്ടർ AR മേനോൻ മുൻകൈയെടുത്ത് വലിയ ഒരു ഐക്യദാർഢ്യ സമ്മേളനം തേക്കിൻകാട് മൈതാനിയിൽ ചേരുന്നു. ഇത് പറയുമ്പോൾ മലബാർ സമരം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ട്. മലബാർ ലഹള, മലബാർ കലാപം പല പേരിലും പറയുന്നുണ്ട്. എന്നാൽ ചരിത്രത്തിൽ അധികമാരും ചർച്ച ചെയ്യാത്ത മറ്റൊന്നുണ്ട്, മറ്റൊരു വലിയ ലഹള. അതിൻ്റെ പേര് തൃശ്ശൂർ ലഹള എന്നാണ്. എന്തുകൊണ്ട് മലബാർ ലഹള പല വിധത്തിൽ ചർച്ച ചെയ്യുകയും തൃശ്ശൂർ ലഹള ചർച്ച ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു എന്നതിന് ചരിത്രത്തിൽ നാം പരിശോധിച്ചാൽ അതിൻ്റെ കാരണം മനസ്സിലാവും. ഈ തൃശ്ശൂർ ലഹളയുടെ കാരണമാണ് ഞാൻ ഈ പറയുന്നത്. ഈ 4 നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തപ്പോൾ, അവരെ ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ, അവരെ ജയിലിലടച്ചപ്പോൾ അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ബ്രിട്ടനെതിരായിട്ട് AR മേനോൻ മുൻകൈയെടുത്ത് സംഘടിപ്പിച്ച തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയിലെ ഐക്യദാർഢ്യ സമ്മേളനം, ആ സമ്മേളനം പക്ഷേ അലങ്കോലമാക്കപ്പെട്ടു. ഒരു വിഭാഗം ആളുകൾ, അവരെ ലോയലിസ്റ്റുകൾ എന്നാണ് വിളിച്ചിരുന്നത്. അത് ആരായിരുന്നു എന്നൊന്നും ഇപ്പം ഞാൻ വിശദീകരിക്കുന്നില്ല. അങ്ങനെ ഒരു കൂട്ടർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു, രാജപക്ഷപാതികൾ എന്നൊക്കെ വിളിക്കപ്പെട്ടിരുന്നു. വെച്ചാൽ ബ്രിട്ടൻ ഭരിച്ചോട്ടെ ഇന്ത്യ, അതാണ്, ബ്രിട്ടനെതിരായിട്ട് സമരം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നവർ അന്നുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. അക്കൂട്ടരുടെ നേതൃത്വത്തിൽ തേക്കിൻകാട് മൈതാനിയിലെ ഈ ഐക്യദാർഢ്യ സമ്മേളനം ആക്രമിക്കപ്പെട്ടു. വേദി അഗ്നിക്കിരയാക്കി, വലിയ ആക്രമണമായി, അലങ്കോലപ്പെട്ടുപോയി. അപ്പൊ AR മേനോന്റെ നേതൃത്വത്തിൽ തൃശ്ശൂരിലെ തേക്കിൻകാട് മൈതാനിയിലെ സമ്മേളനത്തിന് മുൻകൈയെടുത്തവർ മതപരമായി ചിന്തിച്ചാൽ കൂടിയ തോതിൽ അല്ലെങ്കിൽ ഏറിയ കൂറും ഹിന്ദുക്കളായി. അവരാണ് ആക്രമിക്കപ്പെട്ടത്. ആ സമയത്ത് പെട്ടെന്ന് സഹായത്തിന് വേണ്ടി AR മേനോനും സംഘവും സഹായം അഭ്യർത്ഥിക്കുന്നത് മലബാറിലെ മാപ്പിളമാരോടാണ്. കമ്പിയടിക്കുകയാണ്, ഞങ്ങളിങ്ങനെ ആക്രമിക്കപ്പെട്ടു, ഞങ്ങളെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ സന്ദേശമെത്തിയ ഉടനെ മലബാറിൽ നിന്നും 100 കണക്കിന് മാപ്പിളമാർ തൃശ്ശൂരിലേക്ക് പോവുകയാണ്. തീവണ്ടി കയറി തൃശ്ശൂരിലേക്ക് പുറപ്പെട്ടു. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഈ മലബാറിൽ നിന്നും വന്ന മാപ്പിളമാരെ ആഘോഷപൂർവം AR മേനോന്റെയും മറ്റു നേതൃത്വത്തിൽ സ്വീകരിച്ച് തൃശ്ശൂരിലേക്ക് ആനയിച്ചു കൊണ്ടുപോയി അവരെ എത്തിച്ചത് തിരുവമ്പാടി ക്ഷേത്രത്തിന്റെ സത്രത്തിലാണ്. തിരുവമ്പാടി ദേവസ്വത്തിന്റെ ക്ഷേത്ര സത്രത്തിൽ അവരെ എത്തിച്ച് അവിടെ വിശ്രമിക്കാൻ സ്ഥലമൊക്കെ ഏർപ്പാടാക്കി. അവിടെ വെച്ചാണ് ഭക്ഷണമൊക്കെ കൊടുക്കുന്നത്, ക്ഷേത്രത്തിലാണ്. അതിനുശേഷം മലബാറിൽ നിന്ന് വന്നവരും തൃശ്ശൂരിലുള്ളവരും ചേർന്ന് ഒരു വലിയ ശക്തി പ്രകടനം നടത്തി. തൃശ്ശൂരിനെ വിറപ്പിച്ച ഒരു പ്രകടനം. മൂഴികുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് തന്റെ ആത്മകഥാപരമായ പുസ്തകം ഖിലാഫത്ത് സ്മരണകളിൽ ഈ പ്രകടനത്തെ വിശേഷിപ്പിക്കുന്ന വാക്ക് ഹിന്ദു മുഹമ്മദൻ സൈന്യം എന്നാണ്. ഹിന്ദു മുഹമ്മദൻ സൈന്യം. ഈ വലിയ യുദ്ധസന്നാഹങ്ങളോടെ വരുന്ന പ്രകടനം കണ്ട് രാജപക്ഷപാതികളൊക്കെ ഞെട്ടിവിറച്ച അവസാനം മുതിർന്ന നേതാക്കന്മാർ മുൻകൈയെടുത്ത് സമാധാനം വരുത്തി വലിയ ഏറ്റുമുട്ടലൊന്നുമില്ലാതെ അവിടെ സ്ഥിതിഗതികൾ സമാധാനമായി അവസാനിപ്പിച്ചിട്ടാണ് മലബാറിലെ മാപ്പിളമാർ അവിടെ നിന്ന് മടങ്ങുന്നത്. അവരെ സന്തോഷത്തോടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് യാത്രയാക്കുന്നതെല്ലാം മൂഴികുന്നത്തിൻ്റെ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഞാനിതിവിടെ പരാമർശിക്കാൻ കാരണം ഈ സമരോത്സുകമായ ഐക്യം, സാഹോദര്യം അന്ന് മലബാറിലെ സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമാണ്. ഹിന്ദു മുഹമ്മദൻ സൈന്യം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ബ്രിട്ടീഷ് മേധാവിത്വത്തിനും ബ്രിട്ടീഷ് വിധേയന്മാർക്കുമെതിരായ ആ സമര ഐക്യം മലബാറിന്റെ പ്രത്യേകതയായിരുന്നു. ബാരിസ്റ്റർ AK പിള്ള ആ കാലഘട്ടത്തിലെ മലബാറിനെ നിരീക്ഷിച്ചുകൊണ്ട് എഴുതുന്നുണ്ട്. അദ്ദേഹം മലബാറിന്റെ സവിശേഷതയായി അടയാളപ്പെടുത്തുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള സവിശേഷമായ സൗഹൃദവും യോജിച്ച പ്രവർത്തനങ്ങളും ആണ് ആ കാലത്തെ മലബാറിന്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്നാണ്. നല്ല സാഹോദര്യമായിരുന്നു, നല്ല പാരസ്പര്യമായിരുന്നു, ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളും സമരങ്ങളും അന്ന് മലബാറിന്റെ മുഖവുമായിരുന്നു. പിന്നെ എവിടെയാണ് പ്രശ്നമുണ്ടായത്? ഇതാണ് അന്നത്തെ മലബാർ. ഇത് ചരിത്രത്തിന്റെ ഭാഗമാണ്. എന്നാൽ വർഗീയമായി ചേരിതിരിഞ്ഞ് നടക്കുന്ന സംഘർഷങ്ങളാണ് മലബാറിൽ ഉണ്ടാവുന്നത് എന്നത് ബ്രിട്ടന്റെ
അങ്ങനെ വരുത്തി തീർക്കേണ്ടത് ബ്രിട്ടന്റെ ആവശ്യമായി. അത് ബ്രിട്ടീഷ് രാഷ്ട്രീയമാണ്. ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നാട്ടുരാജ്യങ്ങളെ തമ്മിൽ അടുപ്പിച്ചു എന്നാണ്. നാട്ടുരാജ്യങ്ങളെ തമ്മിൽ മാത്രമല്ല, ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ അടുപ്പിക്കാൻ, അങ്ങനെ ഇന്ത്യയിലെ ജനങ്ങളുടെ ഐക്യം ഇല്ലാതാക്കാൻ, സമര ഐക്യം, ബ്രിട്ടനെതിരായ സമരമുഖത്തെ ഐക്യം ഇല്ലാതാക്കാൻ ബ്രിട്ടൻ എല്ലാ പണിയും പയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അതിനൊക്കെ ശേഷമാണ് വാഗൺ ട്രാജഡി ആവുന്നത്. തീവണ്ടി പാളം തെറ്റിയതാണെങ്കിൽ ശരി, ഇപ്പൊ പെരുമണിലുണ്ടായത് ട്രാജഡിയാണ്, പെരുമൺ ട്രാജഡി എന്നാ പറയും. ഇത് പാളം തെറ്റിയതല്ല. ചരക്ക് തീവണ്ടിയുടെ ബോഗിക്കകത്തേക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളെ കുത്തിക്കയറ്റി വായു കടക്കാത്ത അറയിൽ ഇട്ട് പൂട്ടി ഇവിടെ നിന്ന് കൊണ്ടുപോവാണ്. പോത്തന്നൂരിലെത്തിയപ്പോഴേക്ക് 3/4 പങ്കും ആളുകൾ മരിച്ചു. കൂട്ടക്കൊലയാണ്, വാഗൺ കൂട്ടക്കൊലയാണ്, വാഗൺ മസാക്കർ എന്നാണ് പറയേണ്ടത്. അതിനെ ബ്രിട്ടൻ വാഗൺ ട്രാജഡി എന്നാണ് വിളിച്ച് നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മളും സ്കൂളിൽ പഠിക്കുകയാണ് വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡി എന്നത് ബ്രിട്ടന്റെ ചതിയാണ്. കൂട്ടക്കൊല നടത്തിയ ശേഷം ആ കൂട്ടക്കൊലയെ ന്യായീകരിക്കാൻ, ആ കൂട്ടക്കൊലയുടെ കാഠിന്യം കുറച്ച് അതിനെ ഒരു ദുരന്തമായി അവതരിപ്പിക്കുന്ന ആ ബ്രിട്ടീഷ് തന്ത്രമാണ് ഈ മാപ്പിള ലഹള എന്ന പ്രയോഗത്തിന്റെയും പിന്നിലുള്ളത്. ഈ സമരോത്സുകമായ സൗഹൃദം നിലനിന്ന മലബാറിന്റെ അന്തരീക്ഷത്തിൽ മാറ്റമുണ്ടാവുന്നപ്പോഴാണ്. മലബാറിലെ ജനസംഖ്യയിൽ അന്ന് മഹാഭൂരിപക്ഷവും മാപ്പിളമാരാണ് എന്ന് മാത്രമല്ല, അവരാണ് കൂടുതൽ പോരാട്ട വീറ് പ്രദർശിപ്പിച്ചിരുന്നത്. അതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. ബ്രിട്ടീഷ് വിരോധത്തിന്റെ മുന്നിൽ ഏറനാട്ടിലെ മാപ്പിളമാരുണ്ടായി. അതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. 1799 ശ്രീരംഗപട്ടണം സന്ധിയെ തുടർന്നാണ് ചരിത്രത്തിലെ ഒരു ചെറിയ കാലയളവിലാണെങ്കിലും ഭൂമിക്ക് മേലുണ്ടായിരുന്ന മാപ്പിളമാരുടെ അവകാശങ്ങൾ ഇല്ലാതായത്. അതിന് കാരണമായി വന്നത് ബ്രിട്ടനാണ്. ആ വിരോധം ബ്രിട്ടനോടുണ്ട്. അങ്ങനെയുള്ള ഒരു സാമ്രാജ്യത്വ വിരോധം പണ്ടേ ഉണ്ട്. ഇപ്പൊ ചില ആളുകൾ പറയുന്നുണ്ട് 921 ഖിലാഫത്തല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഖിലാഫത്തൊക്കെ ഉണ്ടാവുന്നതിന് എത്രയോ മുമ്പ് ഇവിടുത്തെ മാപ്പിളമാർ ബ്രിട്ടനെതിരാണ്. 1852 1852 സയ്യദ് ഫസൽ പൂക്കോയ തങ്ങളെ യമനിലേക്ക് നാട് കടത്തുന്നത്. അദ്ദേഹത്തെയും കുടുംബാംഗങ്ങളെയും മുഴുവൻ നാട് കടത്തുകയാണ്. മലബാറിലെ മുസ്ലിങ്ങളുടെ ഏറ്റവും ആരാധ്യനായ നേതാവായിരുന്നു സയ്യദ് ഫസൽ പൂക്കോയ തങ്ങൾ. അദ്ദേഹത്തെ 852 നാട് കടത്തുന്നത്. ഫസൽ പൂക്കോയ തങ്ങളെ നാട് കടത്തിയതിലുള്ള പകയാണ് ഹെൻറി വലന്റൈൻ കനോലിയെ, നമ്മുടെ HV കനോലി, നമ്മുടെ കനോലി പ്ലോട്ടൊക്കെ ഇല്ലേ, കനോലിയെ കോഴിക്കോട്ട് വെച്ച് മാപ്പിള പോരാളികൾ കൊലപ്പെടുത്തുകയാണ് ചരിത്രത്തിൽ. അത് ഫസൽ പൂക്കോയ തങ്ങളെ നാട് കടത്തിയതിന്റെ പകയാണ്. ഫസൽ പൂക്കോയ തങ്ങളുടെ വാപ്പയാണ് സയ്യദ് അലവിത്തങ്ങൾ. സയ്യദ് അലവിത്തങ്ങൾ എഴുതിയ പുസ്തകത്തിന്റെ പേരാണ് സൈഫുൽ ബത്താർ. അത് അന്നെല്ലാ മുസ്ലിം പള്ളികളിലും വിതരണം ചെയ്തിരുന്നു, സൈഫുൽ ബത്താറിന്റെ കോപ്പികൾ. ബ്രിട്ടൻ സൈഫുൽ ബത്താർ നിരോധിച്ചു. എന്താണ് നിരോധിക്കാൻ കാരണം? സൈഫുൽ ബത്താറിന്റെ ഉള്ളടക്കം നാം എന്തുകൊണ്ട് ബ്രിട്ടനെതിരെ പോരാടണം, അതാണ്. ബ്രിട്ടനെതിരായി സമരം ചെയ്യേണ്ടതിന്റെ ന്യായങ്ങളാണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം. അതാണ് ബ്രിട്ടൻ നിരോധിച്ചത്. ആ അലവിത്തങ്ങളുടെ മകനാണ് സയ്യദ് ഫസൽ പൂക്കോയ തങ്ങൾ. ആ തങ്ങളെയാണ് 852 നാട് കടത്തുന്നത്. ഞാൻ പറഞ്ഞു വന്നത് 1800-കളിൽ തന്നെ മലബാറിലെ മുസ്ലിങ്ങൾ, അവരാണല്ലോ മാപ്പിളമാരെന്ന് വിളിക്കപ്പെടുന്നത്, ആ മാപ്പിളമാരും ബ്രിട്ടീഷ് സാമ്രാജ്യത്വവും തമ്മിലുള്ള ഈ ശത്രുത, ഈ ഏറ്റുമുട്ടലുണ്ട്. അതിന്റെ ഒരു സുപ്രധാന കാരണം ഈ ഭൂബന്ധങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. കാരണം ഈ ബ്രിട്ടൻ ജന്മിമാർക്കൊപ്പമാണ്. ജന്മിമാരും ബ്രിട്ടനും കൈകോർത്ത് പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ജന്മിമാരോടുള്ള എതിർപ്പ് ബ്രിട്ടനോടുള്ള എതിർപ്പാണ്. ഇത് മലബാറിലെ സാമൂഹ്യ ജീവിതത്തിന്റെ അടിത്തറയായി നിൽക്കുന്ന ഒരു കാര്യമാണ്. വാര്യംകുന്നത്ത് കുഞ്ഞാമദാജിയും ആലി മുസ്ലിയാരുമെല്ലാം 921 സമരത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് വരുന്നു. വാര്യംകുന്നത്ത് കുഞ്ഞാമദാജിയുടെ വാപ്പയെ ആൻഡമാനിലേക്ക് നാട് കടത്തിയതാണ് ബ്രിട്ടൻ. വാര്യംകുന്നത്ത് കുഞ്ഞാമദാജിയെ തന്നെ നാട് കടത്തിയിട്ടുണ്ട്. അതിനു മുൻപ് ഈ 921 സമരത്തിന് മുൻപ് നാട് കടത്തിയിട്ടുണ്ട്. ഇവരെല്ലാം സമര നേതൃത്വത്തിലേക്ക് വരുന്നു. പോരാളികളിലും മഹാഭൂരിപക്ഷം ഈ ബ്രിട്ടീഷ് വിരോധം നല്ലതുപോലെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള മാപ്പിള പോരാളികളാണ്. ഈ ഒരു അന്തരീക്ഷമാണ്. ആ അന്തരീക്ഷത്തിൽ പക്ഷേ ഏറ്റവും വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചത് കോൺഗ്രസ് ആണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഗാന്ധിയുടെ ആഹ്വാനപ്രകാരം സജീവമായ മലബാർ സമരം, ഖിലാഫത്ത് മൂവ്മെന്റ്, കോൺഗ്രസിന്റെ നിസ്സഹകരണ പ്രസ്ഥാനം, ഇവിടുത്തെ കോൺഗ്രസ് ആണ് ആദ്യത്തെ ഖിലാഫത്ത് കമ്മിറ്റികൾ രൂപീകരിക്കാൻ നേതൃത്വം കൊടുക്കുന്നത്. എന്നാൽ ചരിത്രത്തിന്റെ ഈ സുപ്രധാന ഘട്ടത്തിൽ കോൺഗ്രസ് ഈ സമരത്തെ കൈയൊഴിഞ്ഞു. ചുരുക്കം ചില നേതാക്കന്മാരൊഴികെ, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനെ പോലെ,
മോഴികുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിനെ പോലെ MP നാരായണൻ നമ്പ്യാരെ പോലെ നാലാമതൊരു പേരില്ല. ഇങ്ങനെയുള്ള 2-3 ആളുകൾ ഒഴിച്ചാൽ ബാക്കി കോൺഗ്രസ് പിൻവലിഞ്ഞു. മാധവൻ നായരെ പോലെയുള്ള കോൺഗ്രസിലെ നേതാക്കന്മാർ പല കാരണങ്ങളാൽ ഈ സമരത്തിൽ നിന്ന് മാനസികമായി പതുക്കെ മുങ്ങി എന്ന വാക്കുപയോഗിക്കുന്നത് തെറ്റല്ല എന്നൊരു മാധവൻ നായരെ സംബന്ധിച്ച് ഉപയോഗിക്കുന്നതിൽ ഒട്ടും തെറ്റല്ല. കാരണം മാധവൻ നായർ 921 കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് പെട്ടെന്ന് കോടതിയിൽ പ്രാക്ടീസ് ആരംഭിച്ചു. KPCCയുടെ നേതാവായിരുന്ന ആളാണെന്ന് ഓർക്കണം. അപ്പോൾ ആരോ മാധവൻ നായരോട് ചോദിച്ചു, നിങ്ങളെന്താണ് ഇങ്ങനെ പ്രാക്ടീസായിട്ട് നടന്നത്? ബ്രിട്ടനെതിരായ സമരം ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പം മാധവൻ നായർ അതിന് പറഞ്ഞൊരു മറുപടിയുണ്ട്. മാധവൻ നായർ പറഞ്ഞു, 1 വർഷം കൊണ്ട് സ്വാതന്ത്ര്യം കിട്ടും എന്നാണ് ഞാൻ വിചാരിച്ചത്. അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ സജീവമായിട്ട് വന്നത്. ഏത് കോഴിക്കോട്ട് മഹാത്മാഗാന്ധിയുടെ പ്രസംഗം അതാണ്, 1 കൊല്ലത്തിനുള്ളിൽ ബ്രിട്ടനെ നാം കെട്ടുകെട്ടിക്കുന്നതാണ്. അപ്പം മാധവൻ നായർ വിചാരിച്ചു 1 കൊല്ലം കൊണ്ട് സംഗതി കച്ചവടം നമ്മൾ അവസാനിപ്പിക്കുന്നു കരുതി. നോക്കുമ്പോൾ 1 കൊല്ലം കൊണ്ടൊന്നും കഴിയണ ലക്ഷണം കാണുന്നില്ല. മാധവൻ നായർ കൃഷി നിർത്തി കോടതിയിൽ പോയി പ്രാക്ടീസ് ആരംഭിച്ചു. അതാണ് മാധവൻ നായരുടെ രാഷ്ട്രീയവും ചരിത്രം. ഞാൻ അതിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല. കോൺഗ്രസ് പാതി വഴിയിൽ ഈ സമരം ഉപേക്ഷിച്ചതോടെ ഈ സമരത്തിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന കോൺഗ്രസിന്റെ ഒരു മുഖം അങ്ങില്ലാതായി. മതനിരപേക്ഷമായ ഒരു മുഖം മങ്ങിപ്പോയി എന്നത് ഒരു സത്യമാണ്, ഒരു യാഥാർത്ഥ്യം. മറ്റൊരു ഭാഗം എന്താണ്? ബ്രിട്ടനെതിരായ സമരത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷ് ഏജന്റന്മാരെയാണ് പലപ്പോഴും ഈ സമരക്കാരുടെ മുന്നിൽ കിട്ടുക. അവരെ ആക്രമിച്ചിട്ടുണ്ട്. ആ ബ്രിട്ടീഷ് വിധേയന്മാരായി ഏജന്റന്മാരായി നടക്കുന്നവരിൽ നല്ലൊരു പങ്കാരാണ് ജന്മിമാരാണ്. ജന്മിമാരിൽ 90% സവർണ ഹിന്ദുക്കളുമാണ്. അപ്പൊ ഈ നിലയിലുള്ള ചില പ്രത്യേക ഘടകങ്ങൾ ഇവിടെ കാണാൻ പറ്റും. എന്നാൽ ഹിന്ദുവാണ് എന്നതുകൊണ്ടാണോ പലരും ആക്രമിക്കപ്പെട്ടത്? അതല്ല. വാര്യംകുന്നത്ത് കുഞ്ഞാമദാജി ഇന്ന് സംഘപരിവാർ പ്രചാരവേലക്കാർ അവർ പ്രചരിപ്പിക്കുന്നത് പോലെ ഒരു വർഗീയവാദിയായിരുന്നോ? അല്ല എന്നാണ് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. വാര്യംകുന്നത്ത് കുഞ്ഞാമദാജിയുടെ സാന്നിധ്യത്തിൽ ബ്രിട്ടന്റെ ഏജന്റായ ഒരാളെ കൊലപ്പെടുത്തുന്നത് മലപ്പുറം ആനക്കയത്തെ ചേക്കുട്ടിയെയാണ്. ചേക്കുട്ടി നമ്പൂരിയല്ല, ചേക്കുട്ടി മുസ്ലിമാണ്. ചേക്കുട്ടി കൊല്ലപ്പെട്ടത് നമ്പൂരി ആയതുകൊണ്ടല്ല, ഹിന്ദു ആയതുകൊണ്ടല്ല. ചേക്കുട്ടി കൊല്ലപ്പെട്ടത് ബ്രിട്ടന്റെ വിശ്വസ്തനായതുകൊണ്ടാണ്. ഖാൻ ബഹദൂർ ചേക്കുട്ടി സാഹിബ് എന്നാണ് അറിയപ്പെട്ടത്. ഖാൻ ബഹദൂർ എന്നത് ബ്രിട്ടൻ പതിച്ചു കൊടുക്കുന്ന പട്ടമാണ്. അത്രയ്ക്ക് ബ്രിട്ടന്റെ വിശ്വസ്ത സേവകനായിരുന്നു ചേക്കുട്ടി. അദ്ദേഹം പോലീസ് ഇൻസ്പെക്ടറായിരുന്നു. അദ്ദേഹത്തിന്റെ ബ്രിട്ടീഷ് വിശ്വസ്തതയുടെ ആഴമറിയണമെങ്കിൽ പോലീസ് സേവനത്തിന് ശേഷം അദ്ദേഹം പെൻഷൻ പറ്റി സർവീസിൽ നിന്ന് പിരിയുമ്പോൾ ബ്രിട്ടൻ അദ്ദേഹത്തിന് കൊടുത്ത ആനുകൂല്യം, പെൻഷൻ പറ്റിയെങ്കിലും ചേക്കുട്ടിക്ക് ആജീവനാന്തം ശമ്പളം, ഒപ്പം മരണം വരെ പോലീസ് യൂണിഫോം ഉപയോഗിക്കാം, ആയുധവും കൊണ്ടു നടക്കാം. ഇതാണ് ചേക്കുട്ടി. അപ്പോൾ അത്രയ്ക്ക് ബ്രിട്ടന് വേണ്ടപ്പെട്ട സമരത്തിന്റെ ഒറ്റുകാരനായിരുന്നു ഈ ചേക്കുട്ടി എന്ന ഇൻസ്പെക്ടർ. ആ ചേക്കുട്ടിയാണ് വാര്യംകുന്നത്ത് കുഞ്ഞാമദാജിയുടെ നേതൃത്വത്തിൽ ഈ പോരാളികൾ വധിക്കുന്നത്. അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ ശേഷം തല വെട്ടിയെടുത്ത ഒരു കുന്തത്തിൽ കുത്തി നിർത്തി ആനക്കയത്ത് നിന്ന് മഞ്ചേരിയിലേക്ക് പ്രകടനമായി വരുന്നുണ്ട്. അവിടെ തടിച്ചുകൂടിയ ജനങ്ങളുടെ മുൻപാകെ വാര്യംകുന്നത്ത് കുഞ്ഞാമദാജി പ്രസംഗിക്കുന്നുണ്ട്. കുഞ്ഞാമദാജി പറയുന്നു, ഇതാ ബ്രിട്ടന്റെ സേവകനായ ചേക്കുട്ടിയുടെ തലയാണിത്. ഞാൻ ഈ ചെയ്തത് തെറ്റാണെങ്കിൽ പടച്ചവന്റെ പേരിൽ നിങ്ങൾ എന്നെ ശിക്ഷിക്കുക. അപ്പോൾ അവിടെ കൂടിയ ജനങ്ങൾ നിങ്ങൾ ചെയ്തത് ശരിയാണ് എന്ന് വിളിച്ചു പറയുന്നുണ്ട്. തുടർന്ന് വാര്യംകുന്നത്ത് കുഞ്ഞാമദാജി അവിടെ പ്രസംഗിക്കുന്നു. ആ പ്രസംഗം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രഖ്യാപനമാണ്. ആ പ്രസംഗത്തിലെ ഓരോ വരിയും നാം പഠന വിഷയമാക്കി മാറ്റേണ്ടതാണ്, പഠന വിധേയമാക്കേണ്ടതാണ്. ആ പ്രസംഗത്തിൽ വാര്യംകുന്നത്ത് കുഞ്ഞാമദാജി പറയുന്നുണ്ട്, നമ്മളിൽ ഒരാളും ഹിന്ദുക്കളെ ആക്രമിക്കാൻ പാടില്ല. കാരണം ആ പോരാളികളുടെ കൂട്ടത്തിൽ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്. അന്നിതിനെ ഹിന്ദു മുസ്ലിം ലഹളയാക്കി മാറ്റാനാണ് വലിയ ആസൂത്രിതമായ ശ്രമം നടക്കുന്നത്. ആ ശ്രമത്തിന്റെ മുന്നിൽ വാര്യംകുന്നത്ത് കുഞ്ഞാമദാജി പറയുകയാണ്, ഒരു കാരണവശാലും ഹിന്ദുക്കളെ ആക്രമിക്കാൻ പാടില്ല. നമ്മളിൽ ആരെങ്കിലും ഹിന്ദുക്കളെ ആക്രമിച്ചാൽ ആ കാരണം കൊണ്ടൊരു പക്ഷേ അവർ ബ്രിട്ടനെ പിന്തുണയ്ക്കാൻ ഇടയാകും. അങ്ങനെ ബ്രിട്ടനെ അവരെല്ലാം പിന്തുണച്ചാൽ നാം ബ്രിട്ടനോട് തോറ്റുപോകും. അതുകൊണ്ട് ആക്രമിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സ്ത്രീകളെ ഉപദ്രവിക്കാൻ പാടില്ല.
നിർബന്ധിത മതപരിവർത്തനം പാടില്ല. ഇതെല്ലാം കൃത്യമായി മഞ്ചേരി പ്രസംഗത്തിൽ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജി പറയുന്നുണ്ട്. സംഘപരിവാർ ഇപ്പോൾ പലപ്പോഴും ഉദ്ധരിക്കുന്നത് മാധവൻ നായരുടെ പുസ്തകമാണ്, മലബാർ കലാപം എന്ന പുസ്തകം. അത് സംഘപരിവാറുകാർക്ക് ഉദ്ധരിക്കാൻ പറ്റിയൊരു പുസ്തകമൊന്നുമല്ല. അതിൽ നിന്നും പൊട്ടുംപൊടിയൊക്കെ എടുത്തിട്ടാണ് പറയുന്നത്. ആ പുസ്തകത്തിൽ മാധവൻ നായർ തന്നെ പരാമർശിക്കുന്നുണ്ട് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയുമായുള്ളൊരു കൂടിക്കാഴ്ച. അപ്പൊ മാധവൻ നായർ പറയുന്നു, ഈ കൊള്ളയും കൊള്ളിയും ഉപ്പൊക്കെ അവസാനിപ്പിക്കണം. അപ്പൊ കുഞ്ഞഹമ്മദാജി പറയുകയാണ്, അതൊക്കെ കേട്ടിട്ടാണ് ഞാൻ വന്നത്, അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നവരുടെ കൈ വെട്ടും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാധവൻ നായർ പറയുന്നു, കൈ വെട്ടൊന്നും വേണ്ട, ഇതൊക്കെ തടഞ്ഞാൽ മതി. അപ്പൊ കുഞ്ഞഹമ്മദാജി പറയുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞാലേ പേടിക്കൂ, ആളുകൾ പേടിക്കൂ എന്നാണ് പറയുന്നത്. അതിനൊക്കെ ശേഷം മാധവൻ നായർ ആ പുസ്തകത്തിൽ തന്നെ എഴുതുന്നു, എവിടെയെങ്കിലും കൊള്ള നടന്നു എന്ന് കേട്ടാൽ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജി അവിടെ ഓടിയെത്തുമായിരുന്നു. സാധ്യമായിടത്തോളം കൊള്ള മുതൽ തിരിച്ചു പിടിച്ച് ഉടമസ്ഥരെ ഏൽപ്പിക്കുമായിരുന്നു എന്നാണ് മാധവൻ നായർ ആ പുസ്തകത്തിൽ എഴുതുന്നത്. അദ്ദേഹം ഒരു വർഗീയവാദിയോ അക്രമകാരിയോ ആണ് എന്നല്ല, മറിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു എന്നാണ് മാധവൻ നായർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോൾ ആളുകൾ സംശയിക്കും, കൊള്ളയൊക്കെ ഉണ്ടോ? ഉണ്ട്, കൊള്ള നടന്നിട്ടുണ്ട്. മതപരമായ വർഗീയ നിറത്തോടു കൂടിയ അക്രമങ്ങൾ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? അതും നടന്നിട്ടുണ്ട്. ചരിത്രം നാം പരിശോധിക്കുമ്പോൾ വസ്തുതാപരമായും സത്യസന്ധവുമായുമാണ് പരിശോധിക്കേണ്ടത്. ഏത് ലോകത്തിലെ വലിയ സമരങ്ങളുടെയും വിപ്ലവങ്ങളുടെയും മുന്നേറ്റങ്ങളുടെയും ചരിത്രമെടുത്താലും അതിൽ ഒറ്റപ്പെട്ടതോ അങ്ങിങ്ങോ ആയിട്ടുള്ള ചില വഴിതെറ്റലുകൾ, ചില അപഭ്രംശങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും, എവിടെയും കഴിയും. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നിസ്സഹകരണ സമരം, ഈ 1920 ആരംഭിച്ച നിസ്സഹകരണ സമരം. സമരത്തിന് ആഹ്വാനം ചെയ്ത ആരാ? കോൺഗ്രസ്, ഗാന്ധി. കോൺഗ്രസ്സാണ്. ഗാന്ധിജിയുടെ പ്രത്യേകത എന്താണ്? ഗാന്ധിജിയെ രാഷ്ട്രീയമായി നമുക്ക് വിയോജിക്കാം ഗാന്ധിജിയോട്, പക്ഷെ അദ്ദേഹം മരണപര്യന്തം മുറുകെ പിടിച്ചിരുന്ന ആശയം അഹിംസയാണ്, അക്രമരാഹിത്യമാണ്, അല്ലെ? നോൺ വയലൻസ് ആണ്, അക്രമരാഹിത്യമാണ്, അഹിംസയാണ്, സമാധാനമാണ് അദ്ദേഹത്തിന്റെ മാർഗം. ഒരക്രമ സമരത്തെയും ഗാന്ധിജി പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ആ ഗാന്ധിജിയുടെ ആഹ്വാനപ്രകാരം ആരംഭിച്ച നിസ്സഹകരണ സമരത്തിലാണ് ചൗരി ചൗരയിൽ 22 പോലീസുകാരെ ചുട്ടുകൊന്നു. 22 പോലീസുകാർ ചുട്ടുകൊല്ലപ്പെട്ടു. ലോകമാകെ കോളിളക്കം സൃഷ്ടിച്ചൊരു വലിയ സംഭവമായിരുന്നു. അപ്പൊ ചൗരി ചൗര സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ആ സംഭവത്തെ ഉദാഹരിച്ചുകൊണ്ട് ഈ ഗാന്ധിജി എന്ന് പറയുന്ന ആൾ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അക്രമ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളാണെന്ന് പറയാൻ പറ്റുമോ? അതാണ് ചോദ്യം. അത് പറയാൻ പറ്റില്ല. ഗാന്ധിജി നിലകൊണ്ടത് സമാധാനപരമായ സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടിയാണ്. അദ്ദേഹം ഉയർത്തിപ്പിടിച്ചത് അഹിംസയാണ്. പക്ഷെ ആ സമരത്തിൽ ചൗരി ചൗര എന്ന ഒരു അപഭ്രംശമുണ്ടായി, ഒരു തെറ്റായ സംഭവം ഉണ്ടായി. അതിനങ്ങനെയാണ് കാണേണ്ടത്. ഒരു തെറ്റായ സംഭവം ഗാന്ധിജിയുടെ ആകെ രാഷ്ട്രീയ സമരങ്ങളെ വിലയിരുത്താനുള്ളൊരു മാനദണ്ഡമല്ല. ബട്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ച് ഞാനിവിടെ പറഞ്ഞു. ക്വിറ്റ് ഇന്ത്യ സമരം ആഹ്വാനം ചെയ്തത് ബോംബെ AICC ആണ്. ഗാന്ധിജിയാണ് സമരത്തിന്റെ നേതൃത്വം. അക്രമരാഹിത്യം, സമാധാനം, അഹിംസ, അതാണ് മുദ്രാവാക്യം. പക്ഷെ ക്വിറ്റ് ഇന്ത്യ സമരം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇന്ത്യയിൽ 1000-ലധികം പോസ്റ്റ് ഓഫീസുകൾ തകർക്കപ്പെട്ടു. അത്രയും തന്നെ പോലീസ് സ്റ്റേഷനുകൾ തകർക്കപ്പെട്ടു. 600-ലധികം ബോംബാക്രമണങ്ങൾ നടന്നു. നിരവധി റെയിലുകൾ അട്ടിമറിക്കപ്പെട്ടു. അത് കണക്കിങ്ങനെ എടുത്ത് നോക്കിയാൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അക്രമ സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം, ഒരു സംശയമില്ല. കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ ആ സമരത്തെ മുൻനിർത്തി ഗാന്ധിജി നേതൃത്വം കൊടുത്ത ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം എന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അക്രമങ്ങളുടെ ഘോഷയാത്രയായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതെല്ലാം ഒരു സമരരംഗത്തുണ്ടാവുന്ന ചില തെറ്റായ പ്രവണതകൾ, ചില തെറ്റുകളാണ്. ഐതിഹാസികമായ മലബാർ സമരത്തിനിടയിലും ചില അപഭ്രംശങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചില തെറ്റായ പ്രവണതകൾ ഉണ്ടായിട്ടുണ്ട്. ചില നിക്ഷിപ്ത താല്പര്യക്കാർ ആ സമരത്തെ ഉപയോഗിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അതാണ് ഈ കൊള്ളയെക്കുറിച്ച് പറഞ്ഞത്. ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് മഞ്ചേരിയിലെ നമ്പൂതിരി ബാങ്കിന്റെ കൊള്ള. പുല്ലൂർ ബാങ്ക് എന്നും ചില ചരിത്ര രേഖകളിൽ കാണുന്നുണ്ട്. മഞ്ചേരിയിലെ നമ്പൂതിരി ബാങ്ക് കൊള്ളയടിക്കപ്പെടുന്നു. ആ വിവരം കേട്ട ഉടനെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജി നേരിട്ട് മഞ്ചേരിയിലെത്തുകയാണ്. അദ്ദേഹം കൊള്ള മുതലുകൾ തിരിച്ചു പിടിച്ച് ബാങ്കിനെ ഏൽപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവിടെ കാവൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് നാം വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജി എന്ന പോരാളി
മലബാർ സമരത്തിന്റെ ഏതേത് ആശയങ്ങളെയാണ് ഉയർത്തിപ്പിടിച്ചതെന്ന് കാണേണ്ടത്. അദ്ദേഹം കൊള്ളയ്ക്കും ഏതെങ്കിലും തരത്തിലുള്ള വഴിതെറ്റിയ സമരങ്ങൾക്കുമല്ല നേതൃത്വം കൊടുത്തത്. അദ്ദേഹം മലബാർ സമരത്തിന്റെ ഇടയിൽ സംഭവിക്കുന്ന തെറ്റായ പ്രവണതകളെ തിരുത്താനും അമർച്ച ചെയ്യാനുമാണ് നേതൃത്വം കൊടുത്തത്. ആ കാലഘട്ടത്തിൽ ആലി മുസ്ലിയാരെ സന്ദർശിക്കാൻ KP കേശവമേനോനും മൊയ്തു മൗലവിയും കാൽനടയായി പോകുന്ന ഒരു രംഗമുണ്ട്. അതിനെക്കുറിച്ച് മൊയ്തു മൗലവി പിന്നീട് എഴുതുന്നുണ്ട്. മൊയ്തു മൗലവി അദ്ദേഹം നേരിട്ട് കണ്ട കാര്യം സാക്ഷ്യപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. ആലി മുസ്ലിയാരെ കാണാൻ പോവാണ്. അവിടെ ഹിന്ദു ഭവനങ്ങൾക്ക്, ഹിന്ദുക്കളുടെ വീടുകൾക്ക് ആലി മുസ്ലിയാരുടെ നിർദ്ദേശപ്രകാരം മുസ്ലിം യോദ്ധാക്കൾ കാവൽ നിൽക്കുന്നത് കാണാമായിരുന്നു എന്നാണ് പറയുന്നത്. എന്താ കാരണം? ഈ സമരത്തിൽ നിന്ന് കോൺഗ്രസ് പിന്മാറിയ ഒരു പശ്ചാത്തലത്തിൽ ഇതിനെ വർഗീയമായി ചിത്രീകരിക്കാൻ ബ്രിട്ടൻ കൊണ്ടുപിടിച്ച് ശ്രമിച്ചപ്പോൾ ഇതിൽ പല നിക്ഷിപ്ത താല്പര്യക്കാരും കടന്നു വരുന്ന ഒരു ഘട്ടത്തിൽ ചിലയിടങ്ങളിലെങ്കിലും ഹിന്ദുക്കളെ ആക്രമിക്കുകയും കൊള്ള ചെയ്യുകയും ചെയ്യുന്നു എന്ന ഒരു വാർത്ത പ്രചരിച്ചപ്പോൾ ആലി മുസ്ലിയാർ ആ ഭാഗങ്ങളിൽ ഒരുപക്ഷെ ആരെങ്കിലും ഹിന്ദു വീടുകൾ ആക്രമിച്ചേക്കുമോ എന്ന് ഭയന്ന് അദ്ദേഹം തന്നെ നേരിട്ട് നിർദ്ദേശം കൊടുത്ത് മുസ്ലിം യോദ്ധാക്കളെ കാവൽ നിർത്തിയിരുന്നു എന്നാണ്. ഇതാണ് നാം കാണേണ്ടത്. ആ സമരത്തിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ കാണേണ്ടത്. ഇപ്പോൾ മറ്റൊരു സംഭവം, മൂഴികുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് തൻ്റെ പുസ്തകത്തിലും ഈ പരാമർശിക്കപ്പെട്ട മാധവൻ നായർ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലും വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ എഴുതിയിട്ടുണ്ട്. രണ്ടുപേരും ഒരേ കാര്യം എഴുതിയിട്ടുണ്ട്. അത് നിലമ്പൂർ കോവിലകത്ത് നടന്നൊരു സംഭവമാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഗസ്റ്റ് മാസം 21-ന് മലബാർ സമരത്തിൻ്റെ 100ാം വാർഷികത്തിന് മലയാള മനോരമ ദിനപത്രം അവരുടെ സെൻട്രൽ പേജിൽ ഒരു അനുസ്മരണം, ഒരു ഫീച്ചർ തയ്യാറാക്കി. ആ ഫീച്ചറിൽ നിലമ്പൂർ കോവിലകത്തെ ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട ഒരംഗം പഴയ അനുഭവങ്ങളെ സംബന്ധിച്ചും മറ്റും അദ്ദേഹം ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ആ കുറിപ്പ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത്, ആ കുറിപ്പിന്റെ തലക്കെട്ട് തന്നെ കുഴപ്പമുണ്ടാക്കിയതെല്ലാം ബ്രിട്ടീഷുകാരാണ്, ബ്രിട്ടനാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത് എന്നാണ്. ഞാൻ ആ കുറിപ്പ് വായിച്ചു. അതിൽ അദ്ദേഹം പരാമർശിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് മൂഴികുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ പുസ്തകത്തിലും മാധവൻ നായരുടെ പുസ്തകത്തിലും പറയുന്നത്. ഒന്നും വ്യത്യാസമില്ല. അപ്പം നമുക്കത് ഉറപ്പിക്കാൻ കഴിയും. കാരണം പല നിലപാട് സ്വീകരിച്ചവർ ഒരേ കാര്യമാണ് പറയുന്നത്. അതെന്താണ്? നിലമ്പൂർ കോവിലകം ലക്ഷ്യമാക്കി സമരക്കാരിങ്ങനെ പോരുകയാണ്, ആർത്തിരമ്പി വരികയാണ് ആയുധധാരികളായിട്ട്. അപ്പൊ കോവിലകത്തിന്റെ കാവൽക്കാരനായിരുന്ന വെളുത്തേടൻ നാരായണൻ എന്ന ഒരാൾ ഈ സമരക്കാരുടെ നേരെ വെടിവെക്കുന്നു. അയാളെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം ആക്രമിക്കാൻ വേണ്ടി ആള് വരില്ലേ. അപ്പോൾ ആത്മരക്ഷാർത്ഥമാകാൻ വെടിവെക്കുന്നു. വെടിപൊട്ടിയതോടെ ആകെ സംഘർഷമാവുന്നു. അവിടെ ചിലർ കൊല്ലപ്പെടുന്നു. ഇയാളെയൊക്കെ കൊന്നതിന് ശേഷം കോവിലകത്തേക്ക് മാർച്ച് ചെയ്തു പോവുകയാണ്. അപ്പൊ ഭയന്ന് വിറച്ച് കോവിലകത്തുള്ള സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും മുതിർന്നവരും എല്ലാം അവിടെ പുതിയ കോവിലകത്ത് കയറി വാതിലടയ്ക്കുന്നു എന്നാണ്. അപ്പോൾ പുതിയ കോവിലകത്തിന്റെ മുമ്പിൽ ഈ സമരക്കാരെല്ലാവരും എത്തി. അവരുടെ കയ്യിൽ തോക്കുണ്ട്. വെടിവെക്കാൻ തുടങ്ങുമ്പോൾ പുതിയ കോവിലകത്തിൽ നിന്ന് അപ്പോഴത്തെ ഇളയ തമ്പുരാൻ മാനവേദൻ രാജ അദ്ദേഹം വാതിൽ തുറന്ന് പുറത്തിറങ്ങി വളരെ നാടകീയമായി അദ്ദേഹം പറയുന്നു, നിങ്ങൾക്ക് വെടിവെച്ചേ തീരുമെങ്കിൽ നിങ്ങൾ എന്നെ വെടിവെച്ചോളൂ, ഞാനാണ് ഇളയ തമ്പുരാൻ എന്ന് പറയുന്നു അത്ര. അപ്പൊ ഈ പറയുന്ന പുസ്തകങ്ങളിലെല്ലാം പരാമർശിക്കുന്നത്, പക്ഷേ ലഹളക്കാർ അപ്പോൾ വെടിവെച്ചില്ല. അവർ തോക്ക് താഴ്ത്തി ഇളയ തമ്പുരാൻ ഒരു സല്യൂട്ട് കൊടുത്ത ശേഷം അവിടെ നിന്നും മടങ്ങി റെക്കോർഡ് റൂമിൽ കടന്ന് ചില രേഖകളെല്ലാം നശിപ്പിച്ച ശേഷം അവിടുന്ന് മടങ്ങിയെന്നാണ്. ഇതാണ് പറയുന്നത്. അതിനുശേഷം ഈ കഴിഞ്ഞ ആഗസ്റ്റിലെ മലയാള മനോരമയിലെ ഫീച്ചറിൽ ഇപ്പോഴത്തെ നിലമ്പൂർ കോവിലകത്തെ തലമുറയിൽപ്പെട്ട അംഗം പറയുന്നു, ഇതിനുശേഷം ഭയന്ന കോവിലകത്തെ അംഗങ്ങൾ കോഴിക്കോട്ടേക്കും ഗുരുവായൂരേക്കുമൊക്കെയായി അവിടെ നിന്ന് മാറി രക്ഷപ്പെട്ടു. അങ്ങനെ പോകാൻ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തന്നത് നിലമ്പൂരും പരിസരത്തുമുള്ള മുസ്ലിങ്ങളായിരുന്നു എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. ഞാൻ സൂചിപ്പിച്ചത് ഈ സമരവുമായി ബന്ധപ്പെട്ട ചരിത്രം പരിശോധിക്കുമ്പോൾ അതിൽ ഒറ്റപ്പെട്ടതോ ചില ഇടങ്ങളിലോ ചില അനിഷ്ട സംഭവങ്ങൾ, തെറ്റായ പ്രവണതകൾ ഉണ്ടായേക്കാം. അത് ലോകത്തെ ഏത് സമരങ്ങളുടെയും ചരിത്രം പരിശോധിച്ചാൽ ഇത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ മലബാർ സമരം എന്നത് ആത്യന്തികമായി
മലബാർ കുടിയാൻ സംഘവും ഖിലാഫത്ത് മൂവ്മെന്റും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള നിസ്സഹകരണ പ്രസ്ഥാനവും കൈകോർത്ത് ബ്രിട്ടനെതിരെ ഉയർന്നു വന്ന മഹത്തായ ഒരു സ്വാതന്ത്ര്യ പ്രക്ഷോഭമാണ് എന്ന് കണ്ടെത്താൻ ഒരു പ്രയാസവുമില്ല. ആ സമരത്തിന്റെ ഭാഗമായി വലിയ ത്യാഗമാണ് ഈ നാട്ടുകാർ അനുഭവിക്കേണ്ടി വന്നത്. 10,000-കണക്കിന് പേർ, ഔദ്യോഗിക കണക്കനുസരിച്ച് 50,000-ത്തിലധികം ആളുകൾ ആൻഡമാനിലേക്ക് നാടുകടത്തപ്പെട്ടു. ഓസ്ട്രേലിയയിലേക്ക്, ആൻഡമാനിലേക്ക് ഒക്കെ നാടുകടത്തപ്പെട്ടു. 1000-കണക്കിന് ആളുകൾ ജയിലിലടക്കപ്പെട്ടു. ഔദ്യോഗിക കണക്ക് പ്രകാരം 3000-ഓളം ആണെങ്കിലും 10,000-ത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു, വെടിവെച്ച് കൊന്നു ഈ നാട്ടിലെ മനുഷ്യർ. ഈ ത്യാഗങ്ങളെല്ലാം അനുഭവിക്കേണ്ടി വന്നു. ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ആൻഡമാനിൽ പോയി വന്നിട്ട് അവിടെ മഞ്ചേരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു. അവിടെ മഞ്ചേരി മാത്രമല്ല, അവിടെ പാണ്ടിക്കാടുണ്ട്. ഈ പാണ്ടിക്കാടുണ്ട്, അവിടെ വണ്ടൂരുണ്ട്. എങ്ങനെ വന്നു? ഇവിടെ നിന്ന് കൂട്ടമായ ആളുകളെ നാടുകടത്താണ് നമ്മുടെ പൂർവികന്മാർ. പാണ്ടിക്കാട് നിന്നൊരു 100 ആളെ ഇവിടുന്ന് കപ്പലിൽ കൊണ്ടുപോയി ആൻഡമാനിൽ ഇറക്കി അവിടെ ഒരു കാട്ടിൽ കൊണ്ടിടുകയാണ് അവർ. അവിടുത്തെ വിഷപ്പാമ്പുകളോടും ക്രൂരമായ പ്രകൃതിയോടും പടവെട്ടി അവിടെ ജീവിതം ആരംഭിക്കുകയാണ്. അപ്പോൾ പാണ്ടിക്കാട് നിന്ന് പോയവരൊക്കെ കൂടി അവിടെ ജീവിതം ആരംഭിച്ച ആ സ്ഥലത്തിന് അവർ പാണ്ടിക്കാട് എന്ന് പേരിട്ടു. മഞ്ചേരി എന്ന് പോയവർ എത്തിപ്പെട്ട സ്ഥലത്തിന് മഞ്ചേരി എന്ന് പേരിട്ടു. ഇപ്പോഴും ആ സ്ഥലങ്ങളുടെ പേര് അങ്ങനെ തന്നെയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഐതിഹാസികമായ ഒരു ഏടാണ് ഈ മലബാർ സമരം. ബ്രിട്ടീഷ് പട്ടാളത്തെ വെല്ലുവിളിച്ചുകൊണ്ട് വാര്യംകുന്നത്തെ കുഞ്ഞഹമ്മദ് ഹാജി രാജാവായി ഒരു രാജ്യം ഉണ്ടാക്കി. ആ രാജ്യത്തിന്റെ ആസ്ഥാനമായിരുന്നു നമ്മുടെ നിലമ്പൂര്. നിലമ്പൂർ ആസ്ഥാനമായി ഒരു രാജ്യമുണ്ടാക്കി. ആ രാജ്യത്തിന് പ്രത്യേക പാസ്പോർട്ട് ഉണ്ടാക്കി. അവിടെ പ്രത്യേക നിയമം ഏർപ്പെടുത്തി, പ്രത്യേക നികുതി വ്യവസ്ഥ ഉണ്ടാക്കി. ലണ്ടൻ ടൈംസ് അന്ന് എഴുതി, ബ്രിട്ടീഷ് ഇന്ത്യക്കകത്ത് ബ്രിട്ടന് കാലുകുത്താൻ കഴിയാത്ത ഒരു സ്വതന്ത്ര രാജ്യം പിറവിയെടുത്തിരിക്കുന്നു എന്നാണ് എഴുതിയത്. ആ രാജ്യത്തിന്റെ തലവനായിരുന്നു വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. 3-4 മാസം ആ അധികാരം നിലനിന്നു. അത് കഴിഞ്ഞാണ് പിന്നീട് അതിക്രൂരമായി ഈ സമരം അടിച്ചമർത്തപ്പെട്ടു. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ മലപ്പുറം കോട്ടക്കുന്നിൽ കൊണ്ടുപോയി വെടിവെച്ച് കൊന്നു. ആലി മുസ്ലിയാരെ കോയമ്പത്തൂരിൽ കൊണ്ടുപോയി തൂക്കിലേറ്റി. 10,000-കണക്കിന് വരുന്ന പോരാളികളെ ജീവച്ഛവമാക്കി, ഏറെപ്പേരെ വെടിവെച്ച് കൊന്നു. നേരത്തെ പറഞ്ഞ പോലെ നാടുകടത്തി. ഈ മലബാറിലാകെ വൻ തേർവാഴ്ചയാണ് നടത്തിയത്, ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ തേർവാഴ്ച. അവിടെയും കോൺഗ്രസ് വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചു. ഈ തേർവാഴ്ചയ്ക്കെതിരെ, ഏകപക്ഷീയമായ കൂട്ടക്കൊലകൾക്കെതിരെ ഒരക്ഷരം ഉരിയാടിയില്ല. ബ്രിട്ടൻ വൻതോതിലുള്ള പ്രചാരവേല ആരംഭിച്ചു. ഇന്ത്യയിലെമ്പാടും പ്രാദേശിക ഭാഷകളിലും ഹിന്ദിയിലും. ഇവിടെ മലബാറിൽ മാപ്പിളമാർ ഹിന്ദുക്കളെ കൊന്നൊടുക്കുകയാണ് ഉണ്ടായത് എന്ന കഥ പ്രചരിപ്പിച്ചു ബ്രിട്ടൻ. ബ്രിട്ടന്റെ ലഘുലേഖകൾ ആര്യസമാജം കയ്യേറ്റു വാങ്ങി ഉത്തർപ്രദേശിലും പരിസരങ്ങളിലുമാകെ അവരതിന്റെ പ്രചാരവേല ഏറ്റെടുത്തു. ആര്യസമാജവും ഹിന്ദു മഹാസഭ എന്ന് പറഞ്ഞാൽ പിൽക്കാലത്തെ RSS എന്ന് കരുതിക്കൊള്ളണം. അന്ന് RSS രൂപീകരിച്ചിട്ടില്ല, പിൽക്കാല RSS ആണ്. അവരാ പ്രചാരവേല ഏറ്റെടുത്തു. സാക്ഷാൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ തെറ്റിദ്ധരിക്കപ്പെട്ടു. പല കോൺഗ്രസ് നേതാക്കന്മാരും ശരിയായ വസ്തുതകൾ മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ശരിയായ വസ്തുതകൾ മനസ്സിലാക്കാൻ വേണ്ടി AICC നിയോഗിച്ച സംഘത്തിന് പഠനം നടത്താനും കഴിഞ്ഞില്ല. ശക്തമായ നിലപാട് സ്വീകരിച്ച കോൺഗ്രസിന്റെ നേതാവ് MP നാരായണ മേനോൻ ബ്രിട്ടൻ വേട്ടയാടി ചെങ്ങലയിൽ വരിഞ്ഞു മുറുക്കി മർദ്ദിച്ചവശനാക്കി നടു റോഡിലൂടെ 48 കിലോമീറ്റർ നടത്തിക്കൊണ്ടുപോയപ്പോഴും കോൺഗ്രസ് ഒരു അക്ഷരം മിണ്ടിയില്ല. നിശബ്ദരായ കാഴ്ചക്കാരായി നിന്നു. മലബാറിലെ സാമൂഹ്യ ജീവിതത്തെ ബ്രിട്ടൻ തകർത്തു മെതിച്ചു. സമരമെല്ലാം അടിച്ചമർത്തി, സമര നേതാക്കന്മാരെ വെടിവെച്ചു കൊന്നു, എല്ലാവരെയും നാടുകടത്തി. അതിനുശേഷം നമ്മുടെ ഈ നാടിനെ ബ്രിട്ടൻ ഉഴുതുമറിച്ചു, വേട്ടയാടി. കോൺഗ്രസ് നിശബ്ദത പാലിച്ചു. കോൺഗ്രസിന്റെ ഒരു ദൗർബല്യം ഇതാണ്, നിങ്ങൾ കണ്ടോളണം. ഇപ്പോഴത്തെ കോൺഗ്രസിന് സംഭവിച്ച പ്രശ്നം അതാണ്, കണ്ടില്ലേ? ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടൊരു സമരം തുടങ്ങിയാൽ ആ മുദ്രാവാക്യത്തിൽ ഉറച്ച് മുൻപോട്ട് പോകാൻ ഇപ്പൊ മാത്രമല്ല അന്നും കഴിഞ്ഞില്ല കോൺഗ്രസിന്. അതല്ലേ പെട്രോളിയം വില വർധനവിനെതിരെ സമരം നടത്തിയ കോൺഗ്രസ് ഇപ്പൊ ജോജുവിന്റെ പോസ്റ്റർ കീറാൻ വേണ്ടി നടക്കാണ്. ജോജു ആണ് പെട്രോളിയം വില വർധനവിനേക്കാൾ വലിയ പ്രശ്നമായിട്ട് മാറിയത്. സമരം വിട്ടു, അത് വിട്ടില്ലേ? അല്ലെങ്കിൽ തന്നെ സമരം ചെയ്യാൻ കോൺഗ്രസിന് ധാർമ്മിക അവകാശമില്ല. ഇപ്പോ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല, ജയ്പാൽ റെഡ്ഡി എന്നൊരു കോൺഗ്രസ് നേതാവ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. 1.5 വയസ്സ് പ്രായമായപ്പോൾ പോളിയോ ബാധിച്ച് 2 കാലും തളർന്നു പോയ ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് കാലിന് മാത്രമേ തളർച്ച ഉണ്ടായിരുന്നുള്ളൂ, നട്ടലിനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. നിങ്ങൾ സംശയിക്കണ്ട,
അപൂർവം ചിലർ കോൺഗ്രസിലും നട്ടലുള്ളവരുണ്ടാവും എന്ന് മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ ഒരാളായിരുന്നു ജയ്പാൽ റെഡ്ഡി. ആ ജയ്പാൽ റെഡ്ഡിക്ക് നട്ടലുള്ളത് കൊണ്ടാണ് അടിയന്തരാവസ്ഥയുടെ കാലത്ത് കോൺഗ്രസിന്റെ നടപടിയെ ചോദ്യം ചെയ്തു അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പുറത്തു വന്നു. കോൺഗ്രസിനെതിരായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു. ഒരു 2 പതിറ്റാണ്ടിന് ശേഷം അദ്ദേഹം വീണ്ടും കോൺഗ്രസിന്റെ ഭാഗമായി. 2009 പെട്രോളിയം പ്രകൃതിവാതകം മന്ത്രിയായി അദ്ദേഹം മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ അധികാരമേറ്റു. ആ സമയത്ത് 6 തവണയാണ് ഈ അംബാനിയും അദാനിയും എല്ലാം ജയ്പാൽ റെഡ്ഡിയുടെ ഓഫീസിൽ പോയി അദ്ദേഹത്തെ കണ്ടത്. എന്തിന്? ഇന്ത്യയിലെ പെട്രോളിയം പ്രകൃതിവാതകത്തിന്റെ കുത്തക ഞങ്ങൾക്ക് വേണം, ഞങ്ങളുടെ കാൽക്കൽ അടിയറ വെക്കണം എന്ന് ആവശ്യപ്പെടാൻ. പക്ഷേ കോൺഗ്രസ് ആണെങ്കിലും നട്ടലുണ്ടായിരുന്ന ജയ്പാൽ റെഡ്ഡി അതിന് തയ്യാറായില്ല. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം പറഞ്ഞിട്ടും ആ കോർപ്പറേറ്റ് വൽക്കരണ നീക്കത്തിന്റെ താഴെ തുല്യം ചാർത്തിക്കൊടുക്കാൻ തയ്യാറാവാത്തത് കൊണ്ട് അദ്ദേഹത്തെ പെട്രോളിയം പ്രകൃതിവാതകത്തിന്റെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി കോൺഗ്രസ്. 2012 ഒക്ടോബറിൽ മലയാള മനോരമ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ വാർത്തയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യമൊക്കെ മനോരമ തന്നെ എന്ന് പറയുന്നുണ്ട്. സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗുമെല്ലാം യോജിച്ച് തങ്ങളുടെ ആജ്ഞാനുവർത്തിയായ കോർപ്പറേറ്റുകളുടെ മുൻപിൽ ഓച്ഛാനിച്ചു നിൽക്കാൻ ഒരു മനസാക്ഷി കുത്തുമില്ലാത്ത ഒരു ആജ്ഞാനുവർത്തിയെ പെട്രോളിയം പ്രകൃതിവാതകത്തിന്റെ ചുമതല ഏൽപ്പിച്ചു. അങ്ങനെയാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലനിർണ്ണയാവകാശം ഈ കോർപ്പറേറ്റുകളുടെ കാൽക്കൽ അടിയറ വെച്ചത്. സർക്കാരിന്റെ കയ്യിൽ നിന്നും ആ അധികാരം വിട്ടുകൊടുത്തത് കോൺഗ്രസ് ആണ്. അതിന് ബലിയാടാകേണ്ടി വന്ന ആളാണ് ജയ്പാൽ റെഡ്ഡി. ആ നടപടി കൂടുതൽ ശക്തമായി തുടരുകയാണ് ഇപ്പോഴത്തെ BJP ചെയ്തത്. ഇന്നലെ കോൺഗ്രസ് സ്വീകരിച്ച നയമാണ് ഇന്നത്തെ BJPയുടെ നയം. നയത്തിന്റെ മാത്രമല്ല, ഇന്നലത്തെ കോൺഗ്രസ് ആണ് ഇന്നത്തെ BJP. BJPയുടെ ദേശീയ നേതൃത്വം, കേന്ദ്ര മന്ത്രിസഭയിലെ അംഗങ്ങൾ ഓരോന്നെടുത്തു നോക്ക്, ഒക്കെ ഇന്നലത്തെ കോൺഗ്രസ് നേതാക്കന്മാരാണ്. ഇന്നലെയിലെ കോൺഗ്രസ് ആണ് ഇന്നത്തെ BJP, ഇന്നത്തെ കോൺഗ്രസ് ആണ് നാളത്തെ BJP. അതുകൊണ്ടാണ് ഇന്നത്തെ KPCC പ്രസിഡന്റ് പറഞ്ഞത്, എനിക്ക് തോന്നിയാൽ ഞാൻ കോൺഗ്രസിലേക്ക് പോകുന്നതാണ് പറഞ്ഞു. മനസ്സിലായില്ലേ? കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ അർത്ഥ BJPക്കാരനായ പ്രസിഡന്റാണ് ഇപ്പോൾ KPCCയുടെ പ്രസിഡന്റ് ആയിട്ടുള്ളത്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇന്നത്തെ പോലെ അന്നും ഒരു നിലപാടിനെടുത്താൽ ഉറച്ചു നിൽക്കാനുള്ള രാഷ്ട്രീയമായ ആർജവും ശക്തിയും കോൺഗ്രസിനുണ്ടായിരുന്നില്ല. അതിനുശേഷം മലബാർ സമരത്തിന് ശേഷം ബ്രിട്ടന്റെ തേർവാഴ്ച നമ്മുടെ ഈ മണ്ണിൽ നടന്നപ്പോഴും അവർ നിശബ്ദത പാലിച്ചു. പിന്നീട് 1946 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനവും താക്കീതും എന്ന പ്രമേയം അംഗീകരിക്കുന്നു. EMS ആണത് തയ്യാറാക്കുന്നത്. ആ പ്രമേയത്തിന് ശേഷമാണ് മലബാർ സമരത്തെ ഒരു ചർച്ചയിലെങ്കിലും ആർജവത്തോടെ ഉദാഹരിക്കാൻ, പരാമർശിക്കാൻ, ഇത് ബ്രിട്ടനെതിരായ മഹത്തായ ഒരു സമരമാണെന്നും ആ സമരത്തെക്കുറിച്ച് അനുസ്മരിക്കാൻ ഞങ്ങൾക്ക് അഭിമാനമാണെന്നും ഒരു ജനതയ്ക്ക് പറയാനുള്ള ധൈര്യം കിട്ടിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമേയം വന്നതിന് ശേഷമാണ്. ആ പ്രമേയത്തിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള വാചകം ഒരു ധീര സമരത്തിന്റെ പാവന സ്മരണ എന്നാണ്. അതിലൊരു വാചകം അങ്ങനെയാണ്. ആ പ്രമേയത്തിൽ ഈ മലബാറിലെ പാവപ്പെട്ട മാപ്പിളമാർ, ഇവിടുത്തെ കർഷകർ, ഇവിടുത്തെ സാധാരണക്കാർ ബ്രിട്ടനോട് നടത്തിയ ത്യാഗോജ്വലമായ വീരസാഹസികമായ ആ ഏറ്റുമുട്ടലിനെ, ആ സമരത്തെ അഭിമാനപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നുണ്ട്. ഒപ്പം കോൺഗ്രസിന്റെ വഞ്ചനാപരമായ നടപടിയെ വിമർശിക്കുന്നുണ്ട്. ബ്രിട്ടന്റെ ഒറ്റുകാരായി നിന്ന മുസ്ലിം ലീഗിന്റെ സമീപനത്തെ ശക്തമായി വിമർശിക്കുന്നുണ്ട്. ഇതെല്ലാം അടങ്ങിയതാണ് ആ പ്രമേയം. നമ്മുടെ പെരിന്തൽമണ്ണയിൽ നിന്ന് AKG പ്രസംഗിച്ചു. AKG പറഞ്ഞത് മലബാർ സമരം കേരളത്തിന്റെ പാരീസ് കമ്മ്യൂണാണ് എന്നാണ് പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എല്ലാവരാലും തൊടാൻ മടിച്ചു നിന്ന, അവഗണിക്കപ്പെട്ട ചരിത്രത്തിൽ നിന്നും മലബാർ സമരത്തെ വീണ്ടും ഉയർത്തിയെടുത്ത് ഇത് ഏറനാട്ടിലെ മനുഷ്യരുടെ ആത്മാഭിമാനത്തെ ഉണർത്തിയ ഐതിഹാസികമായ ചെറുത്തുനിൽപ്പാണ്. ഈ സമരം അഭിമാനപൂർവ്വം അനുസ്മരിക്കേണ്ടതാണ് എന്ന് ധൈര്യമായി പറഞ്ഞത് 1946 നമ്മുടെ പാർട്ടിയാണ്. അതിനുശേഷം വളരെ സാവധാനം പതുക്കെ ഒരു 970 എത്തിയപ്പോഴാണ് കോൺഗ്രസിന് മലബാർ സമരം കൊള്ളാം, അതൊരു സമരമായിരുന്നു എന്നൊക്കെ പറയാനുള്ള ധൈര്യം കിട്ടിയത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ചരിത്രം നാം പഠിക്കുന്നത് ചരിത്രത്തിൽ നിന്നും ഊർജം ഉൾക്കൊള്ളാനാണ്. ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവാം, എന്നാൽ വർത്തമാനകാല പ്രതിസന്ധികളെ നേരിടുന്നതിനാവശ്യമായ ഊർജം നാം തേടുന്നത് ചരിത്രത്തിൽ നിന്നാണ്. ഈ മലബാറിന്റെ ചരിത്രം
ബ്രിട്ടനോട് ഏറ്റുമുട്ടിയ പോരാളികളുടെ ചരിത്രം. ഇപ്പോൾ ഈ പാണ്ടിക്കാടാണ് ബ്രിട്ടീഷ് ഗൂർഖ സൈനിക ക്യാമ്പ് ആക്രമിക്കുന്നത്. എത്ര പേർ രക്തസാക്ഷിത്വം വരിച്ച നാടാണ് ഈ പാണ്ടിക്കാട്, ഈ മലബാർ സമരത്തിന്റെ ഭാഗമായിട്ട്. ഇങ്ങനെ മനുഷ്യന്റെ ചോരയിൽ നനഞ്ഞ ഒരു ചരിത്രമാണ് ഇവിടെ ഉള്ളത്. ആ ചരിത്രത്തെ പാടെ വിസ്മരിച്ച് മഹാന്മാരായ ചരിത്രകാരന്മാർ ഈ സമരത്തെ സംബന്ധിച്ച് ആധികാരികമായി നടത്തിയ പഠനങ്ങളെ എല്ലാം അവഗണിച്ച് ബ്രിട്ടൻ പറഞ്ഞത് ഇപ്പോഴും പാടി നടക്കുകയാണ് RSS. ബ്രിട്ടന്റെ പ്രചാരവേല ഇപ്പോഴും തൊണ്ട തൊടാതെ വിഴുങ്ങി അത് പാടി നടക്കുകയാണ്. ഹിച്ച്കോക്കിന്റെ ശബ്ദമാണ് RSSന്റെ ശബ്ദം. ബ്രിട്ടീഷ് മേധാവികളുടെ അതേ നിലപാടാണ് RSS സ്വീകരിക്കുന്നത്. അവർ പറയാണ്, തൂവൂര് കിണറ്റിൽ എത്ര ഹിന്ദുക്കളെ കൊന്നു. തൂവൂര് കിണറ്റിൽ അന്ന് ബ്രിട്ടന്റെ ഏജന്റന്മാരായി നിന്നവരെ, ഒറ്റുകാരായി നിന്നവരെ മലബാർ സമര പോരാളികൾ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അത് സത്യമാണ്. പക്ഷെ ഓരോരുത്തരുടെയും മതം ഇങ്ങനെ പരിശോധിച്ചിട്ട് ഇതെല്ലാം ഹിന്ദുക്കളെ കൊന്നു എന്നാണ് പറയുന്നത്. എന്നാൽ അങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ കാണാം അതിൽ 2-3 മുസ്ലിങ്ങളും ഉണ്ട്. അതെന്തിനാ അങ്ങനെ ഒന്ന്? ഹിന്ദുവോ മുസ്ലിങ്ങളോ എന്ന് നോക്കിയിട്ടായിരുന്നില്ല. ബ്രിട്ടന്റെ ഒറ്റുകാരായി നിന്നവർ നിർഭാഗ്യവശാൽ അതിൽ കൂടുതലും ജന്മിമാരായിരുന്നു. ജന്മിമാരിൽ കൂടുതലും സവർണരായിരുന്നു, ഹിന്ദുക്കളായിരുന്നു. എന്നാൽ വിരലിലെണ്ണാവുന്ന അപൂർവം മുസ്ലിം ജന്മിമാരുണ്ടായിരുന്നു. അവരും ബ്രിട്ടന്റെ കൂടെയായിരുന്നു. ഇത് വർഗപരമായൊരു പ്രശ്നം കൂടിയാണ്. കൊണ്ടോട്ടി തങ്ങൾ മുസ്ലിം ജന്മിയായിരുന്നു. കൊണ്ടോട്ടി തങ്ങൾ ബ്രിട്ടന്റെ സേവകനായിരുന്നു. ആ കൊണ്ടോട്ടി തങ്ങളുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൊണ്ടോട്ടിയിൽ നിന്ന് നിലമ്പൂരിലേക്ക് വന്ന വാര്യംകുന്നത്ത് കുഞ്ഞാമദാജിയെയും സംഘത്തെയും ആക്രമിക്കുന്നത്. ആ ആക്രമത്തിലാണ് കുഞ്ഞാമദാജിയുടെ സന്തത സഹചാരിയായ കമ്മു കൊല്ലപ്പെടുന്നത്. കൊണ്ടോട്ടി തങ്ങൾ ആക്രമിക്കുമ്പോഴാണ്. ഹൈദ്രോസ് കോൺസ്റ്റബിൾ കൊല്ലപ്പെടുന്നുണ്ട്. വാര്യംകുന്നത്ത് കുഞ്ഞാമദാജിയുടെ സംഘം കൊല്ലപ്പെടുത്തുന്നുണ്ട്. ഹൈദ്രോസ് നമ്പൂരിയായിട്ടാ ഒരു ഐദ്രു വൈദ്യർ കൊല്ലപ്പെട്ടതായി കാണുന്നുണ്ട്. ഐദ്രു വൈദ്യർ നമ്പൂരിയ. ഇവിടെ ജാതിയും മതവും ആയിരുന്നില്ല പ്രശ്നം. ബ്രിട്ടനോട് ഏറ്റുമുട്ടുമ്പോൾ ഈ സമരത്തിന്റെ ഒറ്റുകാരായവരെ ആക്രമിച്ചിട്ടുണ്ട്, കൊലപ്പെടുത്തിയിട്ടുമുണ്ട്. അതിൽ ഹിന്ദുക്കളുമുണ്ട്, മുസ്ലിങ്ങളുമുണ്ട്. പക്ഷേ അന്ന് ജന്മിമാരെല്ലാം ബ്രിട്ടന്റെ പക്ഷത്തായതുകൊണ്ട് ആ ജന്മിമാരിൽ കൂടുതലും സവർണരായിരുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. എന്നാൽ അതിനെ മതപരമായി മാറ്റി എഴുതാനാണ് ബ്രിട്ടനും ഇന്ന് RSSും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അത് ഈ നാടിന്റെ സമര പാരമ്പര്യത്തെയും ഐക്യത്തെയും തകർക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. ഇന്ന് ഇന്ത്യയെ വർഗീയമായി വേർതിരിക്കാൻ, ധ്രുവീകരിക്കാൻ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗവുമാണ്. നമ്മുടെ ഈ പാണ്ടിക്കാടുള്ള ചില മനകളിൽ അക്കാലത്ത് വാര്യംകുന്നത്ത് കുഞ്ഞാമദാജി വന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു RSSകാരൻ എവിടെയോ പറയുന്നത് കേട്ടു, EMSന് മന ഉപേക്ഷിച്ച് പോകേണ്ടി വന്നില്ലേ, അത് വർഗീയ കലാപമായതുകൊണ്ടല്ലേ എന്നാണ്. EMSനും കുടുംബാംഗങ്ങൾക്കും അന്ന് മന ഉപേക്ഷിച്ച് പോകേണ്ടി വന്നിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിലേക്കോ മറ്റോ പോയി. എന്നാൽ ഇന്നത്തെ EMS അല്ല അന്നത്തെ EMS, അല്ലെങ്കിൽ പിൽക്കാല EMS അല്ല അന്നത്തെ EMS. അന്ന് EMS എന്ന് പറഞ്ഞാൽ 12 വയസ്സുള്ള കുട്ടിയാണ്. 1921 EMSന് 12 വയസ്സേ ഉള്ളൂ. പിൽക്കാലത്ത് കോഴിക്കോട് ടാഗോർ ഹാളിൽ വെച്ച് EMS പ്രസംഗിച്ചിട്ടുണ്ട്. അന്ന് മന ആക്രമിക്കപ്പെടും, കൊന്നൊടുക്കും എന്ന ഭീതി സമൂഹത്തിലാകെ പടർന്നു. അപ്പോൾ കുടുംബാംഗങ്ങൾ എല്ലാവരും ഈ കുട്ടികളെയൊക്കെ കൂട്ടി അവിടെ നിന്ന് മാറി. 6 മാസത്തിന് ശേഷം എല്ലാം സമാധാനമായപ്പോഴാണ് തിരിച്ചു വന്നത്. പക്ഷേ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ തറവാട്, ഈ മന ആരും ആക്രമിച്ചിരുന്നില്ല, ഒരു പോറൽ പോലും ഏറ്റിരുന്നില്ല, ഒരു വസ്തുവകകളും അന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറയും. നാട്ടിലൊരു ഭീതി പരക്കുകയാണ്. അപ്പൊ പേടിച്ച് നാട് വിട്ടുപോയവരുണ്ട്. അങ്ങനെ ഈ പാണ്ടിക്കാട്ടെ ചില മനകളിൽ നിന്ന് ചിലർ നാട് വിട്ടു പോകാൻ കോപ്പ് കൂട്ടുന്നു എന്ന് കേട്ടപ്പോഴാണ് വാര്യംകുന്നത്ത് കുഞ്ഞാമദാജി അവിടെ ഓടിയെത്തുന്നത്. അദ്ദേഹം ഓരോ മനയിലും എത്തി അവരോട് പറയുന്നു, നിങ്ങൾ എവിടേക്കും മാറി നിൽക്കേണ്ടതില്ല, നിങ്ങൾ എവിടേക്കും ഓടിപ്പോകേണ്ടതില്ല, എല്ലാ സംരക്ഷണവും ഞങ്ങൾ തരും, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം. നിങ്ങൾ ഓടിപ്പോയാൽ മറ്റുള്ളവരും ഈ പാത പിന്തുടരും. ഇത് മതപരമായ പ്രശ്നമായി സ്ഥാപിക്കാൻ എല്ലാവർക്കും സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം എന്ന് അദ്ദേഹം പറഞ്ഞതായി ചരിത്രത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ചരിത്രത്തിലേക്കൊന്ന് എത്തി നോക്കിയാൽ ആ മഹത്തായ സമരത്തിന്റെ എല്ലാ സ്വഭാവവും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതിൽ അങ്ങിങ്ങുണ്ടായ തെറ്റായ പ്രവണതകളെ തള്ളി പറയുന്നതിനും ശങ്കിക്കേണ്ടതില്ല. വാര്യംകുന്നത്ത് കുഞ്ഞാമദാജി തന്നെ തള്ളി പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഈ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മുടെ നാടിനെ കൊള്ളയടിച്ച,
ബ്രിട്ടീഷ് വൈതാളികന്മാർക്കെതിരെ രാജ്യമെമ്പാടും ആർത്തിരമ്പിയ സമരത്തിന്റെ ഏറ്റവും ഐതിഹാസികവും രക്തരൂഷിതവുമായ ഒരേട് നമ്മുടെ നാടിന്റെ ചരിത്രമാണ് എന്ന് തിരിച്ചറിയാനും ആ സമരത്തിൽ ബ്രിട്ടനോട് ഏറ്റുമുട്ടി രക്തസാക്ഷിത്വം വരിച്ചവരും അണ്ടമാനിലെ ജയിലിൽ അടക്കപ്പെട്ടവരും അവിടെ ജീവിക്കേണ്ടി വന്നവരും ജീവച്ഛവങ്ങളായി മാറിയവരും വാഗൺ കൂട്ടക്കൊലക്കിരയായവരുമായ ധീര രക്തസാക്ഷികളെ വീരോചിതമായി അനുസ്മരിക്കുകയും ചെയ്യേണ്ട ഒരു ചരിത്ര സന്ദർഭമാണിത് എന്ന് DYFI തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള സെമിനാർ സംഘടിപ്പിക്കാൻ തയ്യാറായിട്ടുള്ളത്, തീരുമാനമെടുത്തിട്ടുള്ളത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇപ്പോൾ തന്നെ ഞാൻ ഉദ്ദേശിച്ചതിലധികം സമയമെടുത്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ചരിത്രം പുതിയ തലമുറയെ പഠിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെ ചരിത്രം മതപരമായ വൈരത്തിൻ്റെയും ഏറ്റുമുട്ടലുകളുടെയും ശത്രുതയുടേതുമല്ല, മറിച്ച് ഹിന്ദു മുഹമ്മദൻ സൈന്യം പോലെ സമരോത്സുകമായ മതനിരപേക്ഷതയുടെയും സാഹോദര്യത്തിൻ്റെതുമായിരുന്നു. അത് ബ്രിട്ടന്റെ ആയുധശക്തിക്ക് മുൻപിൽ മുട്ടുമടക്കിയ ഭീരുക്കളുടെയോ മാപ്പിരുന്നവരുടേതോ ആയിരുന്നില്ല. കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി ഏറ്റുമുട്ടി മരിച്ചു വീണ രക്തസാക്ഷികളുടേതായിരുന്നു എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഈ കാലത്ത് എല്ലാവരും മനസ്സിലാക്കേണ്ടതും പ്രചരിപ്പിക്കേണ്ടതും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനം. പരിപാടി അവസാനിക്കുകയാണ്. അടുത്ത